കൊമേഴ്സുകാർക്ക് കമ്പാരിറ്റീവ്ലി അക്കൗണ്ട്സ് നമ്മൾ പഠിക്കുമ്പോൾ ഞാൻ ഫേസ് ചെയ്യുന്ന ആസ് എ ട്രെയിനർ എന്നുള്ള രീതിയിൽ ഞാൻ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഓൾറെഡി കുറെ കാര്യങ്ങൾ അറിയാം, എന്നാൽ അത് ക്ലാരിറ്റി ആയിരിക്കില്ല. ഇനി അറിയുന്നതും വൃത്തിയായിരിക്കില്ല. പിന്നെ ഓൾറെഡി നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സാധനം ഇവരുടെ മനസ്സിൽ നിന്ന് വേറെ ആയിട്ട് ഇങ്ങോട്ടേക്ക് വരും. അതായത് അസറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ടും ഒരു പ്രാക്ടിക്കൽ അക്കൗണ്ട്സിൽ അസറ്റ് എങ്ങനെയാണോ പഠിപ്പിക്കുന്നത് അത് ഇവനെ പഠിപ്പിക്കുമ്പോൾ ഇവന്റെ പഴയ ഡെഫിനിഷൻ ആയിട്ട് വരും. അതും ഇതുമായിട്ട് പ്രാക്ടിക്കൽ അക്കൗണ്ട്സ് ആയിട്ട് സ്യൂട്ട് ആകത്തില്ല. നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് അക്കാഡമിക് സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്ങും പ്രാക്ടിക്കൽ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്ങും രണ്ട് ദിശയിലെ കൂടെയാണ് പോകുന്നത്. രണ്ട് ദിശയിലെ കൂടെയാണ് പോവാ. അക്കാഡമിക് സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്ങിന്റെ ഉദ്ദേശം പ്രാക്ടിക്കൽ സിസ്റ്റം ഓഫ് അക്കൗണ്ട്സിന്റെ ഉദ്ദേശം രണ്ടും ഡിഫറെന്റ് ആണ്. അക്കാഡമിക്കിന്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ: SLC നല്ല മാർക്ക് വാങ്ങുക, +2 നല്ല കോളേജ്, +2 നല്ല മാർക്ക് വാങ്ങുക, ഡിഗ്രി നല്ല കോളേജ്, ഡിഗ്രി നല്ല മാർക്ക് വാങ്ങുക, നല്ല PG നല്ല മാർക്ക് വാങ്ങുക, ഡോക്ടറേറ്റ്, അങ്ങനെ പോകും. എന്റെ ഉദ്ദേശം അത്രയേ ഉള്ളൂ. അപ്പൊ അങ്ങനെ അവസാനം അവരൊരു ടീച്ചറാവും, മാഷന്മാരാവും. ഈ സാധനം അവർ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യും, ട്രിപ്ലിക്കേറ്റ് ചെയ്യും. ഇത് തന്നെ വരുന്ന ജനറേഷൻ ഇത് പഠിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഒരു പെട്ടിഘടന കണക്ക് പോലും ഇവന്മാർക്ക് ചെയ്യാൻ അറിയത്തില്ല. അത് കുറ്റമൊന്നുമല്ല, അവർ സിസ്റ്റം അങ്ങനെയാണ് അവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, അങ്ങനെയാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഉദ്ദേശം അതാണ്. പ്രാക്ടിക്കൽ സിസ്റ്റം ഓഫ് അക്കൗണ്ട്സിന്റെ ഉദ്ദേശം ഈ ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ജോലിക്ക് പോവാം, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരു സ്ഥാപനം തുടങ്ങാം, ഒരു കൺസൾട്ടിംഗ് സ്ഥാപനം തുടങ്ങാം. ഇത് മാത്രമേ ഉദ്ദേശമുള്ളൂ, പൈസ ഉണ്ടാക്കാൻ അർത്ഥം. അപ്പൊ രണ്ട് ധ്രുവങ്ങൾ. അപ്പൊ നിങ്ങളുടെ അസറ്റിന്റെ ഡെഫിനേഷൻ പറയുമ്പോൾ നമ്മൾ അസറ്റ് ആയിട്ട് മാച്ച് ചെയ്യില്ല. നിങ്ങൾ ഇപ്പോഴും പഠിച്ച ക്യാഷ് അക്കൗണ്ടന്റ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ നമ്മൾ ക്രിപ്റ്റോ കറൻസി അക്കൗണ്ടന്റ് ക്യാഷ് പറയും. ക്രിപ്റ്റോ കറൻസിയെ കുറിച്ച് നമ്മൾ ഇതിനകത്ത് പറയും. ലേറ്റസ്റ്റ് നടന്ന ടെക്നോളജികളെ കുറിച്ച് പറയും, ഇ-വേബിലിനെ കുറിച്ച് പറയും, ഇൻവോയ്സിങ്ങിനെ കുറിച്ച് പറയും. അപ്പോഴും അക്കാഡമിക് സിസ്റ്റത്തിൽ പഴയ വാറ്റ് പഠിപ്പിക്കും. പഴയ യൂണിവേഴ്സിറ്റികളിൽ ഇപ്പോഴും വാറ്റ് പഠിപ്പിക്കുന്നുണ്ട്. വാറ്റ് പോയിട്ട് 2017 ജൂലൈ 1 പോയി. പക്ഷെ അക്കാഡമിക്കിൽ അത് പഠിപ്പിക്കും, നിർവാഹമില്ല. എന്നാൽ നമ്മൾ ആ വാറ്റും കഴിഞ്ഞു, സംഭവങ്ങളൊക്കെ പോയി. അക്കാഡമിക്കലി ഇപ്പൊ നിങ്ങളെ ടാലി ERP9 പഠിപ്പിക്കും യൂണിവേഴ്സിറ്റികളിൽ. ERP9 കഴിഞ്ഞു, പ്രൈം വന്നു, 1 കഴിഞ്ഞു, പ്രൈം 1, 2, 3, 4, 5, 6 ഇവിടെ ലോഞ്ചായി. അതായത് 8 വേർഷൻ ഓൾറെഡി കഴിഞ്ഞു. നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷനിലേക്ക് പോകും. അപ്പൊ രണ്ടിന്റെ വ്യത്യാസം മനസ്സിലായി. ഒന്ന് അവിടെ എന്തെങ്കിലും ഒരു സംഭവം പഠിക്കാം, ഈ സംഭവങ്ങൾ ചെയ്യും. ഇങ്ങനെ ഈ രീതിയിലുള്ള വ്യത്യാസങ്ങൾ എപ്പോഴും ഉണ്ടാവും. അത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നിടത്ത് മാറ്റം ഉണ്ടാവും, ഡെഫിനിഷൻ കൊടുക്കുന്നിടത്ത് മാറ്റം ഉണ്ടാവും. അക്കാഡമിക്കലി പഠിച്ച പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, നിങ്ങൾ മനസ്സിലാക്കിയ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും. നമ്മൾ മനസ്സിലാക്കിയ ബാലൻസ് ഷീറ്റുകളിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. അതാണ് ഇതിലൊരു വ്യത്യാസം. അപ്പൊ ഇതൊക്കെ പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടുന്ന് തുടങ്ങണം? ഫ്രം ബേസിക് ടു ഈ ലെവലിൽ തുടങ്ങണം. നിങ്ങൾ എങ്ങനെ ചിന്തിക്കും? അല്ലെങ്കിൽ കൊമേഴ്സ് ആരാണ് ഇത് കൂടുതൽ ചിന്തിക്കാം, എനിക്കിതൊക്കെ അറിയാലോ എന്ന് പറയരുത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു. അതായത് നിങ്ങൾ പിന്നെ ഇല്ല, എനിക്ക് അറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെ സലീംക്ക് അങ്ങനെയല്ലേ? ഏതൊരു കാര്യമായാലും എനിക്ക് അറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തൊരു സ്റ്റേജ് എന്താ? മൈക്ക് അൺമ്യൂട്ട് ചെയ്യ്, ഒന്ന് ഇന്ററാക്റ്റീവ് ആയിട്ട് വരെ. എനിക്ക് അറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തൊരു സ്റ്റേജ് എന്തായിരിക്കും? പുതിയതൊന്നും പഠിക്കില്ല, പുതിയതൊന്നും പഠിക്കൂല. ഒന്ന് പിന്നെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നവൻ എന്ത് ചെയ്യും? ഹലോ, എനിക്ക് അറിയാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോ ബഷീർ ഖാനോട് ഒരു കാര്യം സീരിയസ് ആയിട്ട് ഇങ്ങനെ പറയാം, എനിക്കറിയാട്ടോ എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? പിന്നെ നിങ്ങൾ ചെയ്തോന്ന് അറിയൂ. അങ്ങനെ പറയാം. പിന്നെ ഒന്നങ്ങനെ പറയാം, അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഞാൻ ആ പറയുന്നത് അങ്ങ് നിർത്തും. പുള്ളിക്കറി ഞാൻ പിന്നെ വെറുതെ പറയണ്ടല്ലോ, സമയം കളയണ്ടല്ലോ, അല്ലെ? ഞാൻ ചിലപ്പോ ഒരേ സാധനം തന്നെ ആയിരിക്കും 3 ദിവസം പറയുന്നുണ്ടാവും, പക്ഷെ 3 ദിവസം നിങ്ങൾക്ക് കിട്ടുന്നത് വേറെ വേറെ സാധനങ്ങളായിരിക്കും, അല്ലെ? ഈ സാധനം 3 ദിവസം വേറെ വേറെ സാധനങ്ങളായിരിക്കും കിട്ടുക. അപ്പൊ ഞാൻ 1-ാം തീയതി ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ 2-ാം തീയതി ക്യാപിറ്റൽ, 3-ാം തീയതി ക്യാപിറ്റൽ പറയുമ്പോൾ ചിലപ്പോൾ 3-ാം തീയതി ആയിരിക്കും സാധനം കത്തുന്നുണ്ടാവും. ശരി, ഇങ്ങനെയാണ് സാധനം എന്നുള്ളത്. അപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒട്ടും മടിയില്ലാതെ ബാക്കിൽ ഓരോ സെഷൻ ടൈം എടുത്ത് കാണാം. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണമെങ്കിൽ റിപ്പീറ്റ് ചെയ്യണമെങ്കിലൊക്കെ 1 ഇയർ നിങ്ങൾക്ക് വാലിഡിറ്റി ഉണ്ട്, നിങ്ങൾക്ക് ഏത് സമയത്ത് കാണാം. പലപ്പോഴും പല ആളുകളും ചെറിയ ഫീസിനൊക്കെ ആയിരിക്കും ഇതിനകത്തേക്ക് എത്തിയിട്ടുണ്ടാവാം. ഇതിനകത്ത് ഇത്രയും പഠിപ്പിക്കോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കും. പക്ഷെ നമ്മൾ 100% ഇതൊക്കെ പഠിപ്പിക്കും. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ നമുക്ക് പേയ്മെന്റ് ഒക്കെ വളരെ കുറച്ചാണ് കിട്ടുന്നത്? അതൊന്നല്ല, നമുക്ക് നല്ല പേയ്മെന്റ് കിട്ടുന്നുണ്ട്. നിങ്ങളൊന്ന് ഇൻഡു ചെയ്ത് നോക്കി കഴിഞ്ഞാൽ എനിക്ക് മോശമല്ലാത്തൊരു പേയ്മെന്റ് ഒക്കെ ഇതിന് കിട്ടുന്നുണ്ട്. ഞാൻ പറഞ്ഞു തരുന്നത്, നിങ്ങൾ തന്ന എമൗണ്ട് നിങ്ങൾ വളരെ സീരിയസ് കുറഞ്ഞു കാണരുത്. നിങ്ങൾ എങ്ങനെയാണോ മാർക്കറ്റിൽ ഒരു പ്രീമിയം കോഴ്സിനകത്ത് നിങ്ങൾ കൊടുക്കുന്ന അതേ സംഭവത്തിൽ തന്നെ വേണം പോകാൻ. നിങ്ങൾക്കറിയില്ല, നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്കിൽ തന്നെ മെന്റേഴ്സിന്റെ ഡൗട്ട് ക്ലിയറൻസ് വരുന്നില്ലേ? എത്ര പെട്ടെന്ന് വരുന്നുണ്ട്.
ക്ലിയർ അല്ലേ? ഞാനിങ്ങനെ നിങ്ങൾ വിചാരിക്കുന്നു. ഇതിനെക്കാട്ടിലും വലിയ പൈസ കൊടുത്ത പല സ്ഥലങ്ങളും പഠിച്ചെടുത്ത് വാട്സപ്പ് ഗ്രൂപ്പ് വരെ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് ഉണ്ടാവില്ല. കറക്റ്റ്. കറക്റ്റ് അല്ലേ? നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അനൂപ് ആവട്ടെ, ഫാറൂഖ് ഭായ് ആവട്ടെ, അപ്പൊ ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ട് അത് ഇന്ന കാര്യങ്ങൾ ചെയ്യും. നമ്മുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാലും അതിന് ഇന്ന കാര്യങ്ങൾ ചെയ്യും. നിങ്ങൾ ബൈപ്പാസ് ചെയ്യാൻ നമ്മൾ വിടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി ഏത് കാര്യത്തിലും നമ്മൾ സപ്പോർട്ട് ചെയ്യും. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ എത്ര പ്രാവശ്യം പറഞ്ഞുതരും. പക്ഷെ ബൈപ്പാസ് ചെയ്യാൻ വിടൂല. ഏത് അത് കഴിഞ്ഞിട്ട് അത് കട്ട് ചെയ്തിട്ട് അപ്പുറത്തേക്ക് പോയി ചേരാൻ നമ്മൾ അനുവദിക്കില്ല. ബാക്കി എല്ലാ കാര്യത്തിനും നിങ്ങളെ കൂടെ ഉണ്ടാവും. ഇല്ലേ? ഇനി ഇങ്ങനൊക്കെ ആയിട്ടും ഗ്രൂപ്പിൽ വേണ്ടാത്ത എന്തെങ്കിലും വരുന്നുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കി. അത് നമ്മൾ ഡേ 1 കൊടുത്ത ഇൻസ്ട്രക്ഷന്റെ ഒരു സംഭവമാണത്. വേണ്ടാത്തൊന്നും വരില്ലല്ലോ. ഇനി വല്ലപ്പോഴും നമ്മുടെയൊക്കെ എന്തെങ്കിലുമൊക്കെ എൻഗേജ്മെന്റ് ആഘോഷങ്ങൾ വരും. അതല്ലാതെ പുറത്തുള്ള ഒരു ഫോർവേഡ് ഇങ്ങോട്ടേക്ക് വരുന്നില്ലല്ലോ. വരരുത്. നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കാം. അപ്പം പഴയ ആളുകൾ എങ്ങനെയാണോ ഫോളോ ചെയ്യുന്നത് അതേപോലെ തന്നെ പുതിയ ആളുകൾ ഗ്രൂപ്പിൽ എന്ത് ചെയ്യുക. നിങ്ങളതല്ലാത്ത വേറെ നിങ്ങൾ പായിക്കൊണ്ടിരിക്കുന്ന ഗ്രൂപ്പ് അല്ലാത്ത ഗ്രൂപ്പുകൾ ഇഷ്ടംപോലെ അപ്പുറം കിടക്കുന്നുണ്ട്. അവരൊക്കെ ഇതേ സിസ്റ്റം തന്നെ ഫോളോ ചെയ്യുന്നത്. ഇപ്പൊ പുതുതായി വന്ന ആളുകൾ എന്ത് ചെയ്യാം, അതേപോലെ ഫോളോ ചെയ്യാം. ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്യാം. പരസ്പരം അറിയുന്ന ആളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യാം. അതും കൂടി ശ്രദ്ധിക്കണം. ഇപ്പൊ ഷമീന മാഡത്തിന് കുറച്ച് നോളജ് ഉണ്ട് എന്ന് വിചാരിക്കാം. സുഹൈൽ ഇപ്പൊ ഒരു ഡൗട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സുഹൈൽ ഷമീമ മാഡത്തിന് അറിയുന്നുണ്ടെങ്കിൽ അപ്പൊ അത് ക്ലിയർ ചെയ്ത് കൊടുക്കാം. ആരാണോ ഗ്രൂപ്പിലുള്ളത് അവൈലബിൾ ആയിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യാം, അത് ക്ലിയർ ചെയ്ത് കൊടുക്കാം. മനസ്സിലായില്ലേ? ഇതൊക്കെയാണ് നമ്മളെ പുതിയ ആളുകളോട് നമുക്ക് പറയാനുള്ളത്. പിന്നെ കംപ്ലീറ്റ് ഓൺലൈൻ ആണ്. ഓഫ്ലൈൻ സാധ്യതകൾ ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓഫ്ലൈൻ സാധ്യതകളുണ്ട്. നമുക്ക് മഞ്ചേരി നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, വാളാഞ്ചേരി നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, പെരിന്തൽമണ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ഇവിടെ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓഫ്ലൈൻ ആയിട്ട് വന്ന് പഠിക്കുക. പക്ഷേ ഈ ഒരു ഫീസിന് നിങ്ങൾ ചോദിക്കരുത്. കാരണം ഇവിടെയൊക്കെ AC ഇരുന്നിട്ടായിരിക്കും നിങ്ങൾ പഠിക്കുന്നത്. അവിടെ ട്രെയിനർമാരുണ്ടാവും, അവിടെ പല തരത്തിൽ കമ്പ്യൂട്ടർ സിസ്റ്റം ഉണ്ടാവും. ഇതൊക്കെ യൂസ് ചെയ്യുന്ന ചാർജ് നമുക്ക് വരും. യു ഹാവ് ടു പേ ഓഫ്ലൈൻ ആണെങ്കിൽ. അല്ലെങ്കിൽ ഈ രീതിയിലൊക്കെ പഠിച്ച് നിങ്ങൾക്ക് പോകാം. ചില ആൾക്ക് കമ്പ്യൂട്ടർ ഒക്കെ ചെയ്യണം, ഒരു മാസം മാത്രം മതി, ഒരു മാസം കൊണ്ട് പഠിച്ചു തീർക്കാന്ന് വിചാരിക്കുന്ന ആളുകൾ അവരൊരു ചെറിയൊരു എമൗണ്ട് പേ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വേണ്ട സംവിധാനങ്ങൾ നമ്മൾ നിലവിൽ ചെയ്തുതരാം. അതൊക്കെ കൂടുതൽ പറഞ്ഞു പോകുന്നു മാത്രം. ഇനി അക്കൗണ്ട്സിന്റെ ബേസിക് ആയിട്ടുള്ള ഒറ്റ കാര്യങ്ങൾ വൺ സ്ട്രക്ചറിൽ നാളെ നമുക്ക് ക്ലാസ് ഉണ്ട്. നാളെ ഇന്ന് ലൈവ് കാണാത്ത ആളുകൾ, പിന്നെ റെക്കോർഡിംഗ് കാണാത്ത ആളുകൾ നാളെ ഇരിക്കണ്ട. നമ്മൾ മാനുഫാക്ചറിംഗിന്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും നാളത്തെ പോവാം. ഇന്ന് നമ്മൾ ഈ 20 ക്ലാസ്സുകളിലും നമ്മൾ എന്ത് പറഞ്ഞു, എന്താണ് ഇനി പറയാൻ വേണ്ടി പോകുന്നത്, നമ്മൾ റൂട്ട് എങ്ങനെയാണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്ന് ഒറ്റയടിക്ക് പറയാം. അതുകൊണ്ട് തന്നെ എല്ലാവരും ജോയിൻ ആവാൻ പറഞ്ഞത്. യൂട്യൂബിനകത്ത് ഒരുപാട് ആളുകൾ കാണുന്നുണ്ട്. ആ കാണുകൾ നിങ്ങളുടെ ഡൗട്ടും കാര്യങ്ങളൊക്കെ അവിടെ ടൈപ്പ് ചെയ്തിട്ട് പോയാൽ മതി. ഓക്കെ. അപ്പൊ എന്താണ് അക്കൗണ്ടിങ്? ഫാസ്റ്റ് ആയിട്ട് ഓടിച്ചോളെ, ഫാസ്റ്റ് ട്രാക്കിലാണ് വണ്ടി പോവാ. ഇതൊക്കെ ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ട് നമ്മളൊരു ടൈം 50ഓളം മണിക്കൂറുകൾ എടുത്തിട്ട് പിന്നാമ്പുറത്ത് ഉണ്ട് ഇതിനകത്ത്. പക്ഷെ ആ ഒരു സാധനം നമ്മൾ വൺ സ്ട്രെച്ചിൽ പറഞ്ഞു. എന്താണ് അക്കൗണ്ടിങ്? നമ്മൾ ചെയ്യുന്ന ബിസിനസ് ലാഭമാണോ നഷ്ടമാണോ തിരിച്ചറിയാനാണ് അക്കൗണ്ടിങ്. വെരി ഗുഡ്. നമ്മൾ ചെയ്യുന്ന ബിസിനസ് ഏത് തരത്തിലുള്ള ബിസിനസ് ആയിക്കോട്ടെ, വെദർ ഇറ്റ് ഈസ് മാനുഫാക്ചർ, ട്രേഡിംഗ് ഓർ സർവീസ്, വെട്ടിക്കട മുതൽ ഹൈടെക് ബിസിനസ് തുടങ്ങിയിട്ടുള്ള എല്ലാ ബിസിനസിന്റെയും ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് പ്രോഫിറ്റ് മേക്കിംഗ്, ലാഭം ഉണ്ടാക്കാം. ഇത് ലാഭം തന്നെയാണോ, നഷ്ടത്തിലാണോ, ഇങ്ങനെ പോയാൽ മതിയോ, ഇങ്ങനെ എത്ര കാലം പോകും, ചിലപ്പോൾ ഇത് നേരത്തെ തന്നെ പൂട്ടാൻ സാധ്യതയുണ്ടോ, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു സംഭവമാണ് അക്കൗണ്ടിങ് എന്ന് പറയാം. അപ്പൊ അതിന് കൃത്യമായിട്ട് ഡെഫിനിഷൻ തന്നിട്ടുണ്ട്. അക്കൗണ്ടിങ് ഇസ് എൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ്, സമ്മറൈസ്. ഇതായിരിക്കും വാട്ട് ഇസ് അക്കൗണ്ടിങ് ചോദിച്ചു കഴിഞ്ഞാൽ കൊമേഴ്സുകാരൊക്കെ പറയുന്ന ഒരു ഡെഫിനിഷൻ. അക്കൗണ്ടിങ് ഇസ് എൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈ, സമ്മറൈസിങ്, അനലൈസിങ്, ഇന്റർപ്രറ്റിംഗ്, കമ്മ്യൂണിക്കേറ്റിംഗ്, ഇങ്ങനെ പറഞ്ഞു പോകും. ഇത് എക്സാക്ട് ഡെഫിനിഷൻ ആണ്. ഇതിനെ വെല്ലാനുള്ള ഒരു ഡെഫിനിഷൻ ഇന്ന് അക്കൗണ്ട്സിൽ വന്നിട്ടില്ല. ഒരുപാട് ഡെഫിനിഷൻസ് ഇന്ത്യൻ ബോർഡ് ഇതിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, പാകിസ്ഥാൻ ബോർഡ് ഇതിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, ജർമ്മനി ബോർഡ് ഇതിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, UK ബോർഡ് ഇതിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ AICPA ഡിഫൈൻ ചെയ്തതുപോലെയുള്ള ഒരു ഡെഫിനിഷൻ ആസ് ഇറ്റ് നൗ ഇതുവരെ നമ്മൾ ആരും കണ്ടിട്ടില്ല. അത് അത്രയും ക്ലിയർ ആയിട്ട് അതാണ് അക്കൗണ്ടിങ് ഇസ് എൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്. ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന പണിയല്ല. ഈ ആർട്ട് അറിയുന്നവന്, ഈ കല അറിയുന്നവന് ചെയ്യാൻ പറ്റുന്ന പണി. അതാണ് അക്കൗണ്ടിങ് ഇസ് എൻ ആർട്ട് എന്ന് പറയുന്നത്. നമ്മുടെ ബിസിനസ്സിനകത്ത്, നമുക്ക് ഏത് ബിസിനസ് ആവട്ടെ, സൂപ്പർ മാർക്കറ്റ് ആവട്ടെ, ഹൈപ്പർ മാർക്കറ്റ് ആവട്ടെ, ഒരു സൂപ്പർ മാർക്കറ്റിന്റെ സിനാരിയോ എടുക്കാം. ഈ ഒരു സൂപ്പർ മാർക്കറ്റിന്റെ സിനാരിയോ എടുക്കുമ്പോൾ ആ സൂപ്പർ മാർക്കറ്റിലെ ഒരു അക്കൗണ്ടന്റ് ആയിട്ട് നിങ്ങൾ എല്ലാവരും സങ്കല്പിക്കാം. ആ ഒരു അക്കൗണ്ടന്റ് ആയിട്ട് നിൽക്കുമ്പോൾ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്ത് ആ ഒരു ബിസിനസ് മാന് അതിന്റെ ഓണേഴ്സിന് എന്തൊക്കെ സബ്മിറ്റ് ചെയ്യണം തുടങ്ങിയിട്ടുള്ള അതിന്റെ ബേസ് മുതൽ അഡ്വാൻസ് വരെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു ഡെഫിനിഷനിൽ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. സോ അക്കൗണ്ടിങ് ഇസ് എൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്. ആ ബിസിനസ്സിനകത്ത് ധാരാളം ട്രാൻസാക്ഷൻസ് ഉണ്ടാവും. പർച്ചേസ് ഉണ്ടാവും, സെയിൽസ് ഉണ്ടാവും, എക്സ്പെൻസ് ഉണ്ടാവും, ഇൻകം ഉണ്ടാവും, ബാക്കി ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ഇതെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യണം. ഇതാണ് അതിനകത്ത് പറഞ്ഞ ആദ്യത്തെ ഫംഗ്ഷൻ. റെക്കോർഡ് ചെയ്യണം. പിന്നെന്ത് ചെയ്യണം? ക്ലാസിഫൈ ചെയ്യണം. പർച്ചേസ് വേറെ ക്ലാസിഫൈ ചെയ്യണം, സെയിൽസ് വേറെ ക്ലാസിഫൈ ചെയ്യണം, എക്സ്പെൻസ് വേറെ ക്ലാസിഫൈ ചെയ്യണം, ഇൻകം വേറെ, എല്ലാം വേറെ 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 ക്ലാസിഫൈ ചെയ്യണം. അത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണം? സമ്മറൈസ് ചെയ്യണം. ഇതെല്ലാം ഒരുപാട് വലിയ സംഭവത്തിന് ഒരൊറ്റ പേജ് ആക്കി ഷോർട്ട് ആക്കിയിട്ട് സമ്മറൈസ് ചെയ്ത് വെക്കണം.
ക്ലിയർ ആയല്ലോ? ഈ സമ്മറൈസ് ചെയ്ത ഡാറ്റയെ വെച്ച് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അനലൈസ് ചെയ്യണം. അനലൈസ് ചെയ്യുമ്പോൾ നമ്മളൊരു ഇന്റർപ്രിട്ടേഷൻ, ഓ ഓക്കെ, ഈ ബിസിനസ് ഇങ്ങനെയാണ് പോകുന്നത്, അല്ലെങ്കിൽ ബിസിനസ് ഇങ്ങനെയാണ് പോകുന്നത്. ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കാം? അനലൈസിങ് ആൻഡ് ഇന്റർപ്രറ്റിംഗ് എന്ന് വിളിക്കാം. ഇനി എന്ത് ചെയ്യണം? അനലൈസ് ചെയ്തു, ഇന്റർപ്രറ്റ് ചെയ്തു, നമുക്ക് മനസ്സിലായി ബിസിനസ് ഇങ്ങനെയൊക്കെയാണ് പോകുന്നത്. ഈ വിവരം കൃത്യമായി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇതിനെല്ലാം അക്കൗണ്ട്സിൽ ഒരുപാട് ടൂൾ ഉണ്ട്. അപ്പൊ അക്കൗണ്ട്സിന്റെ ഡെഫിനേഷൻ കഴിഞ്ഞു. അക്കൗണ്ടിംഗ് ഇസ് ആൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈയിങ്, സമ്മറൈസിങ്, അനലൈസിങ്, ഇന്റർപ്രറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ്. ഇത്രയും ഫംഗ്ഷൻസ് ആണ് അക്കൗണ്ട്സിനകത്ത് നടക്കുന്നത്. ഈ 5 ഫംഗ്ഷൻസ് ആണ് മൊത്തത്തിൽ അക്കൗണ്ട്സ്. അത് നിങ്ങൾ CA പഠിച്ചു കഴിഞ്ഞാലും CMA പഠിച്ചു കഴിഞ്ഞാലും ACCA പഠിച്ച് എന്ത് പഠിച്ചു കഴിഞ്ഞാലും എൻഡ് ഓഫ് ദ റിസൾട്ട് എന്താ? ഈ ബിസിനസ് നഷ്ടമാണോ ലാഭമാണോ എന്നുള്ളത് ആരെ കാണിച്ചു കൊടുക്കണം? ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത ഓണേഴ്സിനെ, ആരാണോ ഇതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, അവർക്ക് കാണിച്ചു കൊടുക്കണം. അപ്പൊ ഇതിന് എല്ലാത്തിനും അക്കൗണ്ട്സിൽ ഒരുപാട് ടൂൾസുകൾ ഉണ്ട്. റെക്കോർഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂളാണ് ജേർണൽ, ക്ലാസിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂളാണ് ലെഡ്ജർ, പിന്നെ സമ്മറൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂളാണ് ട്രയൽ ബാലൻസ്, അനലൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂളാണ് ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അനലൈസ് ചെയ്യാൻ ഇന്റർപ്രറ്റിംഗും, പിന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂളാണ് ബാലൻസ് ഷീറ്റ്. ഈ കാര്യങ്ങളെ കുറിച്ച് കൃത്യമായി പഠിച്ചു. ഇതിലെ ഓരോ അക്കൗണ്ട്സിനും ഡിഫറെന്റ് രീതിയിലാണ്. മാനുഫാക്ചറിംഗിന്റെ ഡിഫറെന്റ് രീതിയിലാണ്, സർവീസിന്റെ ഡിഫറെന്റ് രീതിയിലാണ്, ട്രേഡിംഗിന്റെ ഡിഫറെന്റ് രീതിയിലാണ്. ഈ 3 തരത്തിലുള്ള അക്കൗണ്ട്സും കൃത്യമായിട്ട് ചെയ്യാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഈ പറയുന്ന 400 മണിക്കൂറിന്റെ കോഴ്സിന്റെ ഉദ്ദേശം. ക്ലിയർ ആയല്ലോ? ഇത് ഈ പറയുന്ന ഫംഗ്ഷൻസ്, അക്കൗണ്ട്സിന് 5 ഫംഗ്ഷൻസ് ഉള്ളത്. ഒന്നാമത്തെ റെക്കോർഡിംഗ്, രണ്ടാമത്തെ ക്ലാസിഫൈയിങ്, മൂന്നാമത്തെ സമ്മറൈസിംഗ്, നാലാമത്തെ അനലൈസിംഗ് ആൻഡ് ഇന്റർപ്രറ്റിംഗ്, അഞ്ചാമത്തെ കമ്മ്യൂണിക്കേറ്റിംഗ്. ഈ പറയുന്ന 5 ഫംഗ്ഷൻസും ഈ പറയുന്ന 3 തരത്തിലുള്ള ബിസിനസ്സുകളിൽ എങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ വിശദമായിട്ട് പഠിപ്പിക്കുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇത് എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അനലൈസ്, ഇതൊക്കെ വിശദമായിട്ട് 1 മണിക്കൂർ, 2 മണിക്കൂർ, 3 മണിക്കൂർ ഒക്കെ എടുത്ത ക്ലാസ്സുകളുണ്ട്. അത് നിങ്ങൾ കാണണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞത്. ക്ലിയർ ആയല്ലോ? അപ്പൊ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് 100% പ്രാക്ടിക്കൽ അക്കൗണ്ട്സ് ആണ്. അക്കാഡമിക് കാര്യങ്ങൾ നമ്മൾ പഠിക്കും, കുറച്ച് കാര്യങ്ങൾ പഠിക്കും. കാരണം നമുക്ക് അറിയണമല്ലോ എന്താണ്, എങ്ങനെയൊക്കെയാണ് നടക്കുന്നതിന് വേണ്ടിയിട്ട് അക്കാഡമിക്കലി ഉള്ള കുറച്ച് കാര്യങ്ങൾ പഠിക്കും. തനി നാടൻ ഭാഷയിലാണ് ഈ ക്ലാസ്സുകളൊക്കെ എടുത്തിട്ടുള്ളത്. ഇംഗ്ലീഷും കാര്യങ്ങളൊക്കെ നമ്മൾ പറയുമെങ്കിൽ കൂടി ഏറ്റവും ബേസിക് ആയിട്ട് താഴത്തേക്ക് ഇറങ്ങിയിട്ടാണ് പറയാം. പരമാവധി എന്ത് ചെയ്യാം, അവസാനം കണ്ടുപിടിക്കാം. കിട്ടില്ലേ? ഇനി പിന്നീട് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിനെ കുറിച്ച് പറഞ്ഞത് എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് പറഞ്ഞു. എങ്ങനെയാണ് നമ്മുടെ ബിസിനസ്സിനകത്ത് ട്രാൻസാക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ റെക്കോർഡ് ചെയ്യണം, അതിന് അക്കൗണ്ട്സിൽ ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് പിന്നെ നമ്മൾ പഠിച്ചത്. ഏതൊക്കെ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യേണ്ടത് ഓൾറെഡി ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന പറഞ്ഞ ഏതൊക്കെ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യണം, ഏതൊക്കെ അക്കൗണ്ട്സ് ഗ്രൂപ്പുകൾ നമ്മൾ റെക്കോർഡ് ചെയ്യണം, പറയൂ. ക്യാഷുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്യണം. ക്യാഷുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്യണം. പിന്നെ ഗ്രൂപ്പുകളെ കുറിച്ച് പറയാം, ഏതൊക്കെ ഗ്രൂപ്പുകളാണ് റെക്കോർഡ് ചെയ്യേണ്ടത് എന്നുള്ളത്. എല്ലാവരും വീഡിയോയിൽ വരും കേട്ടോ, വളരെ കുറച്ച് ആളുകൾ വീഡിയോയിൽ വരാത്തുള്ളൂ, അവരും കൂടി വീഡിയോയിൽ വരും. നോമിനൽ അക്കൗണ്ട്, റിയൽ അക്കൗണ്ട്, പേഴ്സണൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്, റിയൽ അക്കൗണ്ട്, പേഴ്സണൽ അക്കൗണ്ട്. അതല്ലാതെ വേറെ ഗ്രൂപ്പുകളെ കുറിച്ചും അസറ്റ്, അക്കൗണ്ട്സിലെ പ്രധാനപ്പെട്ട ഗ്രൂപ്പുകൾ, ഒന്ന് അസറ്റ്, രണ്ടാമത്തത് ലാബിലിറ്റി, മൂന്നാമത്തത് എക്സ്പെൻസ്, നാലാമത്തത് ഇൻകം. ഈ 5 ഗ്രൂപ്പുകളാണ് അക്കൗണ്ട്സിലുള്ളത്. ഈ 5 ഗ്രൂപ്പുകളും നമ്മൾ റെക്കോർഡ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്നത്. 5 ഗ്രൂപ്പ്. അപ്പൊ എന്താണ് അസറ്റ് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്, എന്താണ് ലാബിലിറ്റി വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്, എന്താണ് എക്സ്പെൻസ് എന്ന് വിശദമായി പറഞ്ഞിട്ടുണ്ട്, എന്താണ് ഇൻകം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ 4 എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ പ്രാക്ടിക്കൽ അക്കൗണ്ട്സ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇപ്പൊ നിങ്ങൾ അക്കാഡമിക്കലി പഠിച്ച കുറെ കാര്യങ്ങൾ വ്യത്യാസം വരാം, അസറ്റിൽ നമ്മൾ കൊടുക്കുന്ന ഡെഫിനിഷനിൽ വ്യത്യാസം വരാം. അസറ്റിനകത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറയുന്നത്, ക്രിപ്റ്റോ കറൻസി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതെന്തിനാ അങ്ങനെ പറയുന്നത് വെച്ചാൽ UAE ഒരു ക്ലയന്റ് ഉണ്ട്. ഈ ഒരു ക്ലയന്റിന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 3 ബിറ്റ്കോയിൻ ആണ്. 3 ബിറ്റ്കോയിൻ ആണ്. ഞാൻ പല ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്, 3 ബിറ്റ്കോയിൻ ആണ് ക്യാപിറ്റൽ. അപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ബിറ്റ്കോയിൻ ഉടായ്പാണ്, തട്ടിപ്പാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള അക്കൗണ്ട്സുകൾ നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം ലീഗലി അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ക്രിപ്റ്റോ കറൻസിക്ക് വാലിഡിറ്റി ഉണ്ട്, ഇന്ത്യയിലും വാലിഡിറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾ പഠിച്ച ക്യാഷ് അക്കൗണ്ട് ക്യാപിറ്റൽ മാത്രം ഇത് ഞാൻ പഠിച്ചതാണ് സംഭവം എന്ന് പറഞ്ഞാലൊന്നും ചിലപ്പോൾ അക്കൗണ്ട്സ് ചെയ്യാൻ പറ്റിക്കണമെന്നില്ല. അപ്പൊ എന്താണ് ക്രിപ്റ്റോ കറൻസി, എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്, അതിന്റെ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എങ്ങനെ, സ്മാർട്ട് കോൺട്രാക്റ്റിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിന്റെ പൈസ എങ്ങനെയാണ് ക്യാഷ് ആക്കി വരുന്നത്, വിശദമായിട്ട് ഒരു ദിവസം സെഷൻ അത് എന്നെ പഠിപ്പിക്കുന്നുണ്ട്. അത് നോക്കാം. അപ്പൊ അസറ്റിന്റെ ഡെഫിനിഷൻ ഒരു പക്ഷേ നിങ്ങൾ പഠിച്ച അക്കാഡമിക്കിലുള്ള ഡെഫിനിഷനെക്കാളും ഒന്നും കൂടി നമ്മൾ അത് ഡീറ്റെയിലിംഗ് പോകുന്നുണ്ട്. രണ്ടാമത്തത് ലാബിലിറ്റി. എന്താണ് ലാബിലിറ്റി? അവിടെ നമ്മൾ ക്യാപിറ്റലിനെ കുറിച്ച് പറയുന്നുണ്ട്, ലോങ് ടേം ലാബിലിറ്റിയെ കുറിച്ച് പറയുന്നുണ്ട്, ഷോർട്ട് ടേം ലാബിലിറ്റിയെ കുറിച്ചും അതും വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഉള്ളത് എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്.
ഈ എക്സ്പെൻസ് തെറ്റുന്നിടത്താണ് ഗ്രോസ് പ്രോഫിറ്റ് നെറ്റ് പ്രോഫിറ്റിന്റെയും പ്രശ്നങ്ങൾ സംഭവിക്കുന്നത്. അപ്പൊ അതെന്ത് ചെയ്യാം? ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ട്. ഡയറക്റ്റ് എക്സ്പെൻസും ഇൻഡയറക്റ്റ് എക്സ്പെൻസും അതിൽ ഒരുപാട് ആൾക്ക് ക്ലാരിറ്റി കുറവുണ്ടാവും. അപ്പൊ അതൊന്ന് കൃത്യമായി മനസ്സിലാക്കാം. ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ അക്കാഡമിക്കലൊക്കെ നമ്മൾ എപ്പോഴും പഠിക്കുക വേജ്, ഫ്രൈറ്റ്, പിന്നെ എന്തൊക്കെയാണ്? ഹലോ, മൈക്ക് അൺമ്യൂട്ട് ചെയ്യാൻ പെർമിഷൻ ഉണ്ടല്ലോ. ബാക്കി എല്ലാവരും മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കും. നിങ്ങൾ ഈ നമ്മളെ ക്ലാസ്സിന്റെ പ്രത്യേകത എന്താ പറയാ? എല്ലാവരും സംസാരിക്കും, ആരെ മൈക്ക് ഓഫ് ആക്കൂല. നമ്മൾ പറയാണ്ടെങ്കിൽ പറയാ, ഓഫ് ആക്കുക. ബാക്കി എപ്പോഴും സംസാരിച്ച് പറയാം. കാരേജ് ഇൻ ബേർഡ്, ഫ്രൈറ്റ്, വെയ്ജ്, ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഇങ്ങനെ ബൈ ഹാർട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സാധനങ്ങളാണ്. പക്ഷെ എല്ലാ വേജും ഡയറക്റ്റ് എക്സ്പെൻസ് അല്ല, എല്ലാ വേജും ഡയറക്റ്റ് എക്സ്പെൻസ് അല്ല, എല്ലാ സാലറിയും ഇൻഡയറക്റ്റ് എക്സ്പെൻസ് അല്ല, എല്ലാ റെന്റും ഇൻഡയറക്റ്റ് എക്സ്പെൻസ് അല്ല, എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറും. അപ്പൊ നമ്മൾ അക്കാഡമിക്കലി പഠിച്ച കാര്യങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങൾ വരും. ചെറിയെന്നല്ല, അതിന്റെ ഡെഫിനിഷനിൽ തന്നെ വ്യത്യാസം വരും. കാരണം നമ്മൾ അക്കാഡമിക്കലി ഇതൊക്കെ സ്കൂളിൽ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പഠിച്ചതാണ്ട് എഴുതിയാൽ മതി, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവാം. അപ്പൊ എന്ത് ചെയ്യണം? ആ സാധനം വിശദമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കണം. ക്ലിയർ ആയില്ലേ? അത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ചിലപ്പോൾ ഡൗട്ടുകളൊക്കെ വരാം. ഡൗട്ടുകൾ വരുമ്പോൾ നേരെ ഗ്രൂപ്പിൽ കയറി ഓപ്പൺ ആയിട്ട് ഡൗട്ടുകൾ ചോദിക്കുക. ഈ പേഴ്സണൽ ഡൗട്ടുകളൊക്കെ ഒഴിവാക്കിയാൽ മതി. ഇപ്പൊ എന്നെ ഒരുപാട് നിങ്ങൾ വിളിക്കും. കാരണം ഞാൻ വളരെ സമയം കുറഞ്ഞ ഒരാളാണ്. കാരണം നിങ്ങൾ ഈ പറയുന്ന 3000-4000 ആളുകളും കൂടി എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് 1 സെക്കൻഡ് ഉണ്ടെങ്കിൽ ഞാൻ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പോലും എനിക്ക് എന്റെ ദിവസം മതിയാവില്ല. അതുകൊണ്ട് ഗ്രൂപ്പിൽ ചോദിച്ചാൽ മതി. എല്ലാവരും പറയും. ഗ്രൂപ്പിൽ ഞാൻ എപ്പോഴും നോക്കും. അവിടെ നിന്ന് ഒരു ആൻസർ വരാത്തൊരു സാഹചര്യം വരികയാണെങ്കിൽ നമ്മൾ മെന്റേഴ്സ് കയറി അഭിപ്രായം പറയും. പക്ഷെ നമുക്കൊന്നും ഇടപെടേണ്ട ആവശ്യം ഉണ്ടാവില്ല. അതിന്റെ മുമ്പ് തന്നെ ഫാറൂഖ് ഭായി വിഷയം തീർത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ വിഷയം കയറി തീർത്തിട്ടുണ്ടാവും. അപ്പൊ എന്തായാലും സന്തോഷം. അപ്പൊ ആ അർത്ഥത്തിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? വേറെ ആളൊരു പ്രശ്നം വരുമ്പോൾ നിങ്ങൾ ആ വിഷയം പഠിച്ചു കഴിഞ്ഞാൽ പുതിയ ആൾക്കാർക്ക് നിങ്ങൾ ക്ലിയർ തീർക്കണം. റെഡി അല്ലേ? അങ്ങനെ ചെയ്താലേ നമുക്കൊരു വിജയം. നമുക്ക് ക്ലാസ്മേറ്റ് ആകുമ്പോൾ അങ്ങനെയല്ല, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹായിക്കാം. അപ്പൊ ക്ലിയർ ആയി. അപ്പൊ എക്സ്പെൻസിനെ കുറിച്ച് വിശദമായിട്ട് പഠിക്കാം, ലാബിലിറ്റി വിശദമായി പഠിക്കാം, ഇൻകം 2 തരത്തിലുള്ള ഇൻകം ഉണ്ട്. അപ്പൊ അതിനെ സബ് ഗ്രൂപ്പുകളാക്കിയിട്ടുണ്ടായിരുന്നു. അസറ്റ്, ഫിക്സഡ് അസറ്റ്, കറണ്ട് അസറ്റ്. അതിൽ തന്നെ ടാഞ്ചിബിൾ, ഇൻടാഞ്ചിബിൾ വരുന്നുണ്ട്. ലാബിലിറ്റിയിൽ ലോങ് ടേം, ഷോർട്ട് ടേം. എക്സ്പെൻസിൽ ഡയറക്റ്റ് എക്സ്പെൻസ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. ഇൻകത്തില് ഡയറക്റ്റ് ഇൻകം, ഇൻഡയറക്റ്റ് ഇൻകം. ക്ലിയർ ആയില്ല? ഇതാണ് അക്കൗണ്ട്സിൽ നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്. വേറെ ഒന്നും റെക്കോർഡ് ചെയ്യണ്ട. ഒരു ബിസിനസ് സ്ഥാപനത്തിൽ നിങ്ങളൊരു അക്കൗണ്ടന്റ് ആയിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ റെക്കോർഡ് ചെയ്യേണ്ടത്രേ ഉള്ളൂ. അവിടുത്തെ എല്ലാ ഗ്രൂപ്പുകളും സബ് ഗ്രൂപ്പുകളും നിങ്ങൾ റെക്കോർഡ് ചെയ്യണം. ക്ലിയർ ആയില്ലേ? അപ്പൊ അതെങ്ങനെ റെക്കോർഡ് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജേണൽ ആയിട്ട് റെക്കോർഡ് ചെയ്യണം. ടാലിയിലൊക്കെ പറയുമ്പോൾ നമ്മൾ ജേണൽ ആയിട്ട് റെക്കോർഡ് ചെയ്യണം എന്ന് പറയാം, ജേണൽ. അപ്പൊ ജേണൽ എന്താണ്, എങ്ങനെയാണ് ജേണൽ എൻട്രി ചെയ്യുക? അപ്പൊ അതിന് 3 നിയമങ്ങളുണ്ട്. പേഴ്സണൽ അക്കൗണ്ട്, റിയൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്. അപ്പൊ പുതിയ നിയമങ്ങളും പഴയ നിയമങ്ങളും ഉണ്ട്. ബൈബിളൊക്കെ പോലെ പുതിയ നിയമവും പഴയ നിയമങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എപ്പോഴും നല്ലത് ഈ നോമിനൽ, റിയൽ, പേഴ്സണൽ എന്ന് പറഞ്ഞുള്ള കാര്യം പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് പക്കയായിട്ട് മാറും. പഴയ ആളുകളൊക്കെ അതായിരിക്കും പഠിച്ചിട്ടുണ്ടാവും, നോമിനൽ, റിയൽ. അപ്പൊ അതുകൊണ്ട് നല്ല ക്ലാരിറ്റി ഉണ്ടാവും. പുതിയൊരു സംഭവം ഉണ്ട്, കൂടുന്നതല്ല അങ്ങനെ, കുറയുന്നതല്ല ഇങ്ങനെ. അത് എല്ലായിടത്തും സ്യൂട്ട് ആവില്ല, ചില സ്ഥലത്തൊക്കെ പാളും, അല്ലെ? സംഭവം ഇപ്പൊ ആ പുതിയ നിയമം പഠിച്ച ആൾക്കാരൊക്കെ പറഞ്ഞ എന്തായിരിക്കും അറിയാം? എന്താണോ കൂടുന്നത് അത് ഡെബിറ്റ്, എന്താണോ കുറയുന്നത് അല്ലെങ്കിൽ എന്താണോ വരുന്നത് അത് ഡെബിറ്റ്, എന്താണ് ഇങ്ങനെയുള്ള ഒറ്റ വർത്താനം എല്ലാത്തിനും അല്ല കേട്ടോ. അക്കൗണ്ട്സിന്റെ എല്ലാം ഡിഫറെന്റ് ആണ്. അസറ്റുകളുടെ കേസിൽ ഡിഫറെന്റ് ആണ്, എക്സ്പെൻസുകളുടെ കേസിൽ ഡിഫറെന്റ് ആണ്, ലാബിലിറ്റിയുടെ കേസിൽ എല്ലാം ഡിഫറെന്റ്. അപ്പം നോമിനൽ അക്കൗണ്ട് എന്താണെന്ന് വിശദമായിട്ട് പഠിക്കണം, റിയൽ അക്കൗണ്ട് എന്താണെന്ന് വിശദമായി പഠിക്കണം, നോമിനൽ അക്കൗണ്ട് എന്താണ് പഠിക്കണം. അതെങ്ങനെയാണ് നമ്മുടെ അക്കൗണ്ട്സിനകത്ത് ഫംഗ്ഷൻ ചെയ്യുക, അപ്പം മനസ്സിലാവും എന്താണ് ഡെബിറ്റ്, എന്താണ് ക്രെഡിറ്റ്. ഡെബിറ്റ്, ക്രെഡിറ്റ് എന്നൊക്കെ വളരെ സിമ്പിൾ ആയി മനസ്സിലാക്കി മുകളിലും താഴത്തെ എഴുതുന്ന 2 സാധനങ്ങൾ മാത്രം. മുകളിൽ എഴുതുന്നത് താൽക്കാലിക ഡെബിറ്റ് എന്ന് വിളിച്ചോളും, താഴത്തെ എഴുതുന്നതിനെ ക്രെഡിറ്റ് എന്ന് വിളിച്ചോളും. ക്ലിയർ ആയില്ലേ? തൽക്കാലം. അപ്പം ഇതാണ് ജേണൽ. എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യണമെന്ന് പറയുമ്പോൾ ജേണലിലാണ് റെക്കോർഡ് ചെയ്യണത്, ജേണൽ ബുക്കിലാണ് റെക്കോർഡ് ചെയ്യണത്. ജേണൽ ബുക്ക് എന്ന് പറഞ്ഞ സംഭവം ആ പുസ്തകമായിട്ടുള്ള പരിപാടികളൊന്നും ഇന്നില്ല. അതുകൊണ്ട് നമ്മൾ പഠിക്കുന്നത് നമ്മുടെ ടാലിയിൽ എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ്. ക്ലിയർ ആയില്ലേ? ഓക്കെ. ഇനി ഇതല്ലാതെ ഒരുപാട് സോഫ്റ്റ്വെയർസ് ഉണ്ട്. ടാലി ഉണ്ട്, ക്വിക്ക് ബുക്ക് ഉണ്ട്, PHP ഉണ്ട്. മൈക്ക് അഡ്മിറ്റ് ചെയ്യപ്പാ. ഇത്ര വലിയ ക്രൂരന്മാരൊക്കെ ഉണ്ട് ഇതിനകത്ത്. എന്തൊരു ദേഷ്യം അല്ലേ? ഓക്കെ, ശരി. അപ്പം നോക്കാം. അപ്പം ജേണൽ എൻട്രി വിശദമായിട്ട് പഠിക്കാം. നോമിനൽ അക്കൗണ്ട്, റിയൽ അക്കൗണ്ട്, പേഴ്സണൽ അക്കൗണ്ട്, അതെങ്ങനെയാണ് നമ്മുടെ ബിസിനസ്സിനകത്ത് ഫംഗ്ഷൻ ചെയ്യുന്നത് വൃത്തിയിൽ പഠിക്കാം. ക്ലിയർ ആയില്ലേ? അപ്പൊ നമ്മൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ആ ഒരു ഫസ്റ്റ് പാർട്ട് നമ്മളങ്ങ് കഴിയും. എങ്ങനെ റെക്കോർഡ് ചെയ്യണം, റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ നമ്മുടെ സ്ഥാപനത്തിൽ വന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്തു. നമ്മുടെ സ്ഥാപനത്തിൽ ആകെ 4 ഇവന്റേ ഉണ്ടാവുള്ളൂ. ഒന്നെങ്കിൽ അത്
അസറ്റ് ആവും, മറ്റൊന്നെങ്കിൽ ലാബിലിറ്റി ആവും, അല്ലെങ്കിൽ എക്സ്പെൻസോ അല്ലെങ്കിൽ ഇൻകോ. അതല്ലാത്ത ഒരു ഈവന്റ് നമ്മുടെ സ്ഥാപനത്തിൽ നടക്കില്ല ഫൈനാൻഷ്യലുമായി ബന്ധപ്പെട്ട്. പിന്നീട് അതിന്റെ ഗ്രൂപ്പുകളോ കാര്യങ്ങളൊക്കെ പഠിച്ചു. ഇനി ഇതെല്ലാം റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു സ്റ്റേജ്, നമ്മളിത് മാനുവൽ അക്കൗണ്ട്സിന്റെ ഒരു ഭാഗങ്ങളാണ് പറയുന്നത്. നമ്മുടെ ഒരു കമ്പ്യൂട്ടറിലൊക്കെയാണ് ചെയ്യണമെങ്കിൽ ഈ ഒരു പണി മാത്രം നമ്മൾ ചെയ്താൽ മതി. ബാക്കി ക്ലാസിഫൈങ്, സമ്മറൈസിങ്, അനലൈസിങ്, ഇന്റർപ്രറ്റിംഗ് ഒക്കെ സോഫ്റ്റ്വെയർ ചെയ്യും. പഴയ പോലെ അല്ല, എല്ലാ കാര്യങ്ങളും സോഫ്റ്റ്വെയർ സ്വന്തമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ അതിൽ നിന്നും മാറിയിട്ട് ഇപ്പൊ AI വരെ എത്തി. നമ്മള് AI അക്കൗണ്ടിങ് ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് AI അക്കൗണ്ട്സിലേക്കാണ്. ഇപ്പൊ സോഹോ ബുക്സിന്റെ ഒക്കെ കടന്നുകയറ്റത്തോട് കൂടിയിട്ട് AI എങ്ങനെയാണ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് എന്ത് ചെയ്യുന്നു, ഇൻകം റെക്കോർഡ് ചെയ്യുന്നു, ഓട്ടോമാറ്റിക് സെയിൽ റെക്കോർഡ് ചെയ്യുന്നു, ബാങ്ക് ഓട്ടോമാറ്റിക് ഫെച്ച് ചെയ്ത് വരുന്നു. ഇങ്ങനെ തുടങ്ങിയിട്ട് AIയുടെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ അവിടെ ഇവിടെ കയറ്റി ഓടോ സോഹോ ബുക്സ് പോലെയുള്ള സോഫ്റ്റ്വെയറുകൾ. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഞാനൊരു സോഫ്റ്റ്വെയർ ട്രൈ ചെയ്യുന്നതൊക്കെ കംപ്ലീറ്റ് ആയി. അതായത് നമ്മൾ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും, ഫോട്ടോ എടുത്തിട്ട് പർച്ചേസിന്റെ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അതിലെ ഡാറ്റകളൊക്കെ ഫെച്ച് ചെയ്തോടെ പർച്ചേസിലേക്ക് പോകുന്നു. പർച്ചേസ് ഓട്ടോമാറ്റിക് ബുക്ക് ചെയ്ത ഒരു സോഫ്റ്റ്വെയർ ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കാം. അപ്പൊ ഇതാണ് കാലഘട്ടം. അപ്പൊ എല്ലാം ഓട്ടോമാറ്റിക് വരുന്നത്. അപ്പം നമ്മുടെ ബിസിനസ്സിനകത്ത് വരുന്ന കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇതിനെ ക്ലാസിഫൈ ചെയ്തു. നിങ്ങൾ എല്ലാവരും സൂപ്പർ മാർക്കറ്റിലെ അക്കൗണ്ടന്റ് ആണെന്ന് വിചാരിച്ചോളൂ. നിങ്ങൾ അവിടെയുള്ള എല്ലാ കാര്യങ്ങളും എഴുതി വെച്ചു. പർച്ചേസ് എഴുതി, സെയിൽ എഴുതി, എക്സ്പെൻസ് എഴുതി, ഇൻകം എഴുതി, എല്ലാ കാര്യങ്ങളും എഴുതി. എല്ലാ കാര്യങ്ങളും എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത പണി ബോസ് വന്നിട്ട് മുതലാളി വന്ന് ചോദിക്കുകയാണ്, അല്ല മോനെ എത്ര രൂപയാണ് കച്ചവടം ഇന്നുണ്ടെന്ന് ചോദിച്ചാൽ എന്ത് പറയും? നമ്മൾ ആ എഴുതിയെന്ന് സെയിൽ മാത്രം എടുത്തിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കും, അല്ലെ? അല്ലെങ്കിൽ ഇന്ന് എത്ര ചെലവായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ചെലവ്, ഒരുപാട് കാര്യങ്ങൾ എഴുതിയെന്ന് ചെലവ് മാത്രം എടുത്തിട്ട് എന്ത് ചെയ്യും, നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കും. അപ്പൊ ഇതിനൊക്കെ ചെലവ് വേറെ, വരവ് വേറെ, സെയില് വേറെ, ഇൻകം വേറെ, കൊടുത്തത് എല്ലാം വേറെ 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 എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്കിത് പറയായിരുന്നു. അങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നതിനെയാണ് അക്കൗണ്ട്സ് നമ്മൾ ലെഡ്ജർ എന്ന് പറയാം. ജേണൽ, ലെഡ്ജർ. ക്ലിയർ ആയല്ലോ? അപ്പൊ എത്ര രൂപയുടെ കച്ചവടം നടന്നു വെച്ചാൽ വളരെ സിമ്പിൾ ആണ്. ആ സെയിൽ അങ്ങ് കാണിച്ചു കൊടുത്താൽ മതി. എക്സ്പെൻസ് എത്ര നടന്നു വെച്ചാൽ അത് എക്സ്പെൻസും കാണിച്ചു കൊടുത്താൽ മതി. സെറ്റ് ആണല്ലോ? ഓക്കെ. അങ്ങനെ നമ്മൾ ഈ സാധനത്തിനൊക്കെ ക്ലാസിഫൈ ചെയ്തു, അടിപൊളിയാക്കി വെച്ചു. പിന്നെന്ത് ചെയ്യണം? ഇതെല്ലാം ഒരു ഒറ്റ പേജിലാക്കി ബോസിന് സെറ്റ് ചെയ്ത് കൊടുക്കണം. അല്ലെ? ഇതൊക്കെ പല സാധനങ്ങൾ, പർച്ചേസ് വേറെ കിടക്കുന്നു, സെയിൽസ് വേറെ കിടക്കുന്നു, അത് അവിടെ കിടക്കുന്നു, ഇത് ഇവിടെ കിടക്കുന്നു, പല രീതിയിൽ ഈ സാധനം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കടന്നുകൊണ്ടിരിക്കാം. അപ്പൊ ഇതിനെ സോർട്ട് ചെയ്തിട്ട് 1 പേജിലേക്ക് ആക്കി മാറ്റാം. അത് നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. ഈ ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറഞ്ഞ അക്കൗണ്ട്സിനെ സംബന്ധിച്ചിടത്തോളം വലിയ നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ അങ്ങനെ ഒറ്റ പേജിലാക്കണം. അതിനെയാണ് നമ്മൾ സമ്മറൈസിങ് എന്ന് പറയാം. ഷോർട്ടാക്കി എഴുതുക, സം ചെയ്ത് എഴുതുക. സം ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നമ്മുടെ സ്ഥാപനത്തിൽ നടക്കുന്ന 100 ലെഡ്ജറുകൾ ഉണ്ടെങ്കിൽ 100നെയും ഒരൊറ്റ പേജിലേക്ക് 2 പേജിലേക്ക് ആക്കി ചുരുക്കി എന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കാം, സമ്മറൈസിംഗ് എന്ന് വിളിക്കാം. അതിന് അക്കൗണ്ട്സിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടൂളാണ് ട്രേഡിംഗ് അക്കൗണ്ട്. വിശദമായിട്ട് അതിന്റെ ക്ലാസ് നമ്മൾ മുമ്പ് എടുത്തിട്ടുണ്ട്. അപ്പം ജേണൽ എഴുതി, മൊത്തം ബിസിനസ്സിലെ സ്ഥാപനത്തിലെ മൊത്തം കണക്ക് എഴുതി, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വേറെ 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 എഴുതി വെച്ചു, ക്ലാസിഫൈ ചെയ്ത് വെച്ചു. എന്നിട്ട് അതെല്ലാം എടുത്തിട്ട് ഒരു ഒറ്റ പേജ് ആക്കി വെച്ച് അതിനാണ് നമ്മൾ സമ്മറൈസ് ചെയ്യുന്ന വെച്ചു. ഈ ഒരൊറ്റ പേജ് വെച്ചിട്ട്, ഈ ഒരു പേജ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ആ ശരി, പർച്ചേസ് ഇത്ര, സെയിൽ ഇത്ര, എക്സ്പെൻസ് ഇത്ര, ഇൻകം ഇത്ര, സോ ആൻഡ് സോ, അതുകൊണ്ട് ഇങ്ങനെ ഈ കാര്യങ്ങൾ ചെയ്ത, എക്സ്പെൻസുകൾ ഇങ്ങനെ കാര്യം ചെയ്ത ഇങ്ങനെ ഉണ്ടാക്കായിരുന്നു. സോ ഇതൊക്കെ ചെയ്തിട്ട് നമുക്ക് കിട്ടിയത് ഇത്രയാണ്. സംഭവത്തിൽ നല്ല പ്രോഫിറ്റ് ഉണ്ട്, പക്ഷെ ഈശയിലേക്ക് ഇടാൻ പൈസ ഇല്ല. ഇങ്ങനെയുള്ള അനലൈസിങ്ങും ഇങ്ങനെയുള്ള ഇന്റർപ്രിട്ടേഷനിലും നമ്മൾ എത്തുന്നത് ഈ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോഴാണ്. അതായത് നമ്മളെ മണ്ടോണ്ട് ചിന്തിക്കും, നമ്മൾ അനലൈസ് ചെയ്യും, അല്ലേ? നമ്മൾ അനലൈസ് ചെയ്യില്ലേ? ഒരാള് സ്ഥിരമായിട്ട് ഒരാൾ ആക്രമിക്കും, നമ്മൾ കളിയാക്കുന്ന ഒരാൾ നമ്മൾ മുമ്പിൽ കൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ തല അനലൈസ് ചെയ്യില്ലേ? അടാ ഇവന്റെ മുമ്പിൽ നിൽക്കണ്ട. അല്ലെങ്കിൽ കല്യാണത്തിനൊക്കെ പോയ ചില ടീം ഉണ്ടാവും, സ്ഥിരമായിട്ട് നമ്മൾ കുത്തി പറയാനായിട്ട് കുറച്ച് ടീം. അപ്പൊ ഇവരെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഇവന്റെ മുമ്പിൽ നിൽക്കണ്ട. ഇവൻ നമ്മൾ അനലൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഇല്ലടാ, കണ്ടില്ല, കല്യാണത്തിന് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മുകളിലും താഴത്തും നോക്കുന്ന ഈ കല്യാണത്തിന്റെ എല്ലാ ഫ്രണ്ടിലും ഉണ്ടാകുന്ന കുറച്ച് പ്രായമുള്ള ആളുകൾ, അവരെ വണ്ടിയിൽ നമ്മളതിന് വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ കാല് മുതൽ നോക്കും, തല വരെ. മീൻസ് ഒരു അനലൈസിങ് ആ. ഇവനെ ആരെ കണ്ടാലും നോക്കും, എന്നിട്ട് എന്തെങ്കിലും ഒരു അഭിപ്രായം പറയും. അനലൈസിങ് ആൻഡ് ഇന്റർപ്രിറ്റിംഗ്. അപ്പൊ നമ്മുടെ ബിസിനസിന്റെ കംപ്ലീറ്റ് ഡാറ്റ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ മുകൾ മുതൽ താഴെ വരെ എന്ന് വായിച്ചു നോക്കും. ശരി, പർച്ചേസ് ഇത്ര, സെയിൽ ഇത്ര, അതിന് നമുക്ക് ഇത്ര എക്സ്പെൻസുകൾ ആയിട്ടുണ്ട്. സോ ഗ്രോസ് പ്രോഫിറ്റ് ഭയങ്കര ഗ്രോസ് പ്രോഫിറ്റാ. പക്ഷെ ഈ ഗ്രോസ് പ്രോഫിറ്റ് ഒക്കെ എന്ത് ചെയ്യാണ്, അനാവശ്യമായ ചെലവ്, ഇൻഡയറക്ട് എക്സ്പെൻസുകളൊക്കെ കയറിയിട്ട് എന്ത് ചെയ്യാണ്, നഷ്ടമായി കിടക്കുക. അവസാനം ആഹിർ മിജേക്ക്, അല്ലെ? നമുക്ക് അവസാനം എന്താ കിട്ടാന്ന് ചോദിക്കല്ലേ? അല്ലെ, ഹിന്ദിക്കാരൊക്കെ ചോദിക്കുന്നത് ആഹിർ മുജേക്കാ മിലേകാന്ന് ചോദിക്കല്ലേ, എനിക്ക് എന്താ കിട്ടുക എന്നുള്ളത്. ഒന്നും കിട്ടൂല എന്നുള്ളിടത്തേക്ക് എത്തുമ്പം നമ്മൾ എന്ത് ചെയ്യും, നോക്കിയിട്ട് ഈ അനലൈസിങ് ഇന്റർപ്രിറ്റിംഗ് നമ്മൾ ചെയ്യണം. അതിന് അക്കൗണ്ട്സിൽ ഉപയോഗിക്കുന്ന ടൂളാണ് ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. 2 അക്കൗണ്ട് ഉണ്ട്. ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ കച്ചവടത്തിന്റെ നഷ്ടലാഭ കണക്കാണ്.
പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ബിസിനസ് അവസാനം എന്താ സംഭവിച്ചു എന്നുള്ളതിന്റെ റിസൾട്ട് ആണ് ഇതിനകത്ത് തരിക. ട്രേഡിംഗ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇവിടെയാണ് നമ്മൾ അനലൈസിങ് ആൻഡ് ഇന്റർപ്രറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള അക്കൗണ്ട്സ് ഇട്ടു. അപ്പം നമ്മൾ സ്ഥാപനത്തിൽ നിന്ന് എല്ലാ കാര്യങ്ങളും എഴുതി, എല്ലാ കാര്യങ്ങളും പാർക്കുമായി എത്തിയില്ലേ? അപ്പൊ എല്ലാ കാര്യങ്ങളും എഴുതി കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്തു? നമ്മൾ അതിന്റെ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ തരംതിരിച്ചു കഴിഞ്ഞു. അതിൽ ഒരൊറ്റ പേജിലേക്കാക്കി നമ്മൾ അനലൈസ് ചെയ്തു. അനലൈസ് ചെയ്ത സമയത്ത് നമുക്കൊരു വിവരം കിട്ടി, കമ്പനി പിടുത്തം വിടാൻ പോവാണ് അല്ലെ? ഈ പോക്ക് പോയി കഴിഞ്ഞാൽ അപ്പൊ ആദ്യം ആരാ തടിയെടുക്കുക? അപ്പൊ ആരാ തടിയെടുക്കുക? കമ്പനി പിടുത്തം വിടാൻ വേണ്ടി പോകണമെങ്കിൽ ആദ്യം ആരാ അറിയാം? അക്കൗണ്ടന്റ് അല്ലെ? നിങ്ങൾ ആലോചിച്ച് കമ്പനി നഷ്ടത്തിലാണ്, കമ്പനി പിടുത്തം വിടുകയാണെന്ന് കണ്ട ഏറ്റവും ആദ്യം അവിടുന്ന് രക്ഷപ്പെടുന്ന എംപ്ലോയി അക്കൗണ്ടന്റ് ആയിരിക്കും. ദാറ്റ് മീൻസ് മുതലാളി അറിയുന്നതിന് മുമ്പേ കമ്പനിയുടെ നീക്കുപോക്കുകൾ അറിയുന്ന ഒരാളുണ്ടെങ്കിൽ അത് അക്കൗണ്ടന്റ് ആയിരിക്കും. ഒരു സംശയം വേണ്ട. സിഇഒ ഒക്കെ പിന്നെ അറിയുള്ളൂ, അവനക്കൊക്കെ മണം വരുള്ളൂ. സ്മെല്ല് അടിക്കുമ്പോൾ ഇവന് കറക്റ്റ് ഫിഗർ ഇവന്റെ കൈമ ടാബ്ലമെത്തും. ശരിയല്ലേ? ഒരു സംശയം വേണ്ട. അതായത് നമ്മുടെ കമ്പനിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് സ്മെല് ചെയ്യും, എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ. പക്ഷെ എവിടം വരെ എത്തിക്കണം എന്നുള്ള സാധനം ആരെടുത്തുണ്ടാവും? അക്കൗണ്ടന്റ് എടുത്തുണ്ടാവും. അവൻ 3-4 മാസം മുമ്പേ അടുത്ത ജോലി സെർച്ച് ചെയ്യും. അറിയാം ഇവര് തുറക്കാൻ പോവുക എന്നുള്ളതിനെ കുറിച്ച് അറിയാം. അവൻ മെല്ലെ സ്കൂട്ടായിട്ട് അറിയുള്ളൂ. സോ ഏത് സ്ഥാപനമായാലും അക്കൗണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഇത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പണി, ചെറിയ പണിയൊന്നല്ല. നമ്മൾ നിസ്സാരമായിട്ട് പോകേണ്ട പണിയൊന്നുമല്ല. ഞാൻ പറയാ, സിഇഒനെക്കാട്ടിലും മുകളില് നമ്മളെ മുതലാളി നമ്മളെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു പണിയാണ് അക്കൗണ്ടന്റ്. എല്ലാ ഹൈറാക്കിയും തെറ്റിക്കും മുതലാളി. എല്ലാ ഹൈറാക്കിയും തെറ്റിച്ചൊരു അക്കൗണ്ടന്റിനെ നേരിട്ട് വിളിക്കും. എന്താടാ പൈസ ഇല്ലേ? അക്കൗണ്ട് കാലിയാണോ? നടക്കൂലേ? ആ ചെക്ക് കൊടുത്ത് മടങ്ങൂലല്ലോ? കിട്ടൂലേ? ശരിയാവൂലേ? പൈസ വരൂലേ? ഇനി എത്ര കിട്ടാണ്ട്? ആ കിട്ടാനുള്ളതൊക്കെ കിട്ടൂലേ? ബുക്കിൽ മാത്രമേ ഉള്ളൂ. ഇതൊക്കെ ആര് ചോദിക്കും? എല്ലാ ഹൈറാക്കിയും തെറ്റിച്ച് മുതലാളി നമ്മോട് ചോദിക്കും. കാരണം അത്രയും പ്രധാനപ്പെട്ടതാണ്. കാരണം ബിസിനസിന്റെ രഹസ്യങ്ങളെ ഇത്രമേൽ അറിയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെങ്കിൽ അത് അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെന്റ് മാത്രം. അതുകൊണ്ട് നമുക്ക് എല്ലായിടത്തും ഒരു കൺസിഡറേഷൻ ഒക്കെ ഉണ്ടാവും. എല്ലായിടത്തും കൺസിഡറേഷൻ ഉണ്ടാവും. നമുക്ക് നല്ല സാലറി ഉണ്ടാവും. യുഎയിലൊക്കെ പോകണമെങ്കിൽ 3.5-4 റുപ്യന്റെ അടുത്തൊക്കെ സാലറി കിട്ടും. നല്ല സ്ഥലത്ത് നല്ല ഇനീഷ്യൽ ലെവലിൽ കിട്ടും കേട്ടോ. അപ്പൊ അവിടെ ഉള്ള ആളുകൾക്ക് എന്തുകൊണ്ട് കിട്ടണില്ല എന്നുള്ള ചോദ്യത്തിന് അത് ഞാൻ മുമ്പ് പഴയൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അക്കൗണ്ടന്റിന് സാലറി ഇല്ലാത്തത്? എന്തുകൊണ്ട് അക്കൗണ്ടന്റ് സാലറി? അക്കൗണ്ടിങ് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ അക്കൗണ്ടന്റ് സാലറി ഉണ്ടാവില്ല. അക്കൗണ്ടിങ് ഒരു ഡാറ്റ എൻട്രി വർക്കിലേക്ക് ചുരുക്കപ്പെട്ട് കഴിഞ്ഞാൽ ഡാറ്റ എൻട്രി വർക്കിന്റെ പൈസയെ കിട്ടുള്ളൂ. നിങ്ങൾ അതിന് മുകളിൽ എക്സ്പെക്ട് ചെയ്തത്. ഒരാൾ പർച്ചേസ് ചെയ്യാന്നുണ്ടെങ്കിൽ അതിന് വലിയ അക്കൗണ്ടിങ് നോളജിന്റെ ഒന്നും ആവശ്യമില്ല. സെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് വലിയ അക്കൗണ്ടിങ് നോളജിന്റെ ആവശ്യമൊന്നുമില്ല. പക്ഷെ എന്ത് ചെയ്യണം? ഇത് വെച്ചിട്ട് ഡാറ്റ അനലൈസ് ചെയ്ത് നമ്മുടെ ബിസിനസിനെ കൺട്രോൾ ചെയ്തതിന്റെ റേഷ്യോ അനാലിസിസ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് ബഡ്ജറ്റിംഗ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് കൃത്യമായി മനസ്സിലാക്കി അടുത്ത ഒരു സ്റ്റെപ്പിനെ കുറിച്ച് കൃത്യമായിട്ട് ഒരു ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻ കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു അക്കൗണ്ടന്റ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്ന പൈസ, നിങ്ങൾ വിചാരിച്ച പൈസ നിങ്ങളുടെ ടേബിളിൽ എത്തും. പക്ഷെ അതിനെന്ത് ചെയ്യണം? നിങ്ങൾ ഏത് രാജ്യത്താണോ നിൽക്കുന്ന ആ രാജ്യത്തുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇന്ത്യയിൽ നിൽക്കുമ്പോൾ ഇന്ത്യയിലെ കംപ്ലൈൻസുകൾ എങ്ങനെ പൂർത്തിയാക്കണം, യുഎയിൽ നിൽക്കുമ്പോൾ അത് ചെയ്യണം, സൗദിയിലേക്കും അത് ചെയ്യണം, ഒമാനിലേക്കാണെങ്കിൽ ഒമാനിൽ എടുക്കണം, ബഹ്റൈനിലേക്കാണ് ബഹ്റൈനെ സംഭവം അറിയണം. അപ്പോഴേ നിങ്ങൾ വിചാരിക്കണം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങളൊരു അക്കൗണ്ടന്റ് ആയിട്ട് അവിടെ നിൽക്കുകയും ചെയ്യും, നിങ്ങളുടെ പല കാര്യങ്ങളും നമ്മളെ പോലെയുള്ള കൺസൾട്ടന്റിന് ചെയ്യുകയും ചെയ്യും. നിങ്ങൾക്ക് കിട്ടേണ്ട പൈസയും കൂടി ആർക്ക് കിട്ടും? നമുക്ക് കിട്ടും. അത്ര തന്നെ ഉള്ളൂ അല്ലെ? കൺസൾട്ടന്റ് ആയിട്ട് നിൽക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അത് കിട്ടും. അപ്പൊ നമ്മൾ അനലൈസ് ചെയ്ത് കമ്പനിയൊക്കെ പുടുത്തം വിടുകയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ വിവരം ആരറിയിക്കണം? ഓണർ അറിയിക്കണം, മുതലാളിനെ അറിയിക്കണം. ബോസേ, സംഭവങ്ങൾ ഇത്ര പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നു, പക്ഷെ ഇപ്പത്തെ പോക്ക് ഇങ്ങനെയാണ്, അതുകൊണ്ട് ഇന്ന രീതിയിൽ ഇന്ന സംഭവം ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് രക്ഷപ്പെടാം എന്ന് പറഞ്ഞു കൊടുക്കാൻ ആർക്ക് കഴിയും? അക്കൗണ്ടന്റിന് കഴിയും. ഇല്ലേ? നമുക്ക് അനാവശ്യമായിട്ടുള്ള ഒരുപാട് ചെലവുകളുണ്ട്. ലൈറ്റും ബൾബ് എപ്പോഴും ഓണാണ്. ഇൻഡയറക്ട് എക്സ്പെൻസ്, ഇലക്ട്രിസിറ്റി ബില്ല് വെറുതെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. AC 24 മണിക്കൂർ അതിന്റെ 7 ഇട്ടുകൊണ്ടിരിക്കുകയാണ്. കറണ്ട് ബില്ല് ഇത്രയാണ്. അതുകൊണ്ട് ഇൻഡയറക്ട് എക്സ്പെൻസ്, അതായത് ഗ്രോസ് പ്രോഫിറ്റ് ഉണ്ട്. കമ്പനി വാങ്ങാൻ വിൽക്കുന്ന കച്ചവടം, അതായത് 10 രൂപക്ക് സാധനം വാങ്ങി 20 രൂപക്ക് വിൽക്കുന്ന നോക്കുമ്പോൾ ഫലത്തിൽ നല്ല പ്രോഫിറ്റ് ഉണ്ട്, 50% പ്രോഫിറ്റ് ഉണ്ട്. പക്ഷേ നമ്മൾ ഓവർ സ്റ്റാഫിങ്, നമുക്ക് ആകെ 4 ആൾക്കാർ ആവശ്യമുള്ളൂ, പക്ഷെ ഇവിടെ 8 ആൾക്കാരുണ്ട്. ആ 4 ആൾക്കാരെ കൊടുത്തപ്പെടണം. ആവശ്യമില്ല. കറണ്ട് ബില്ല് ഇത്ര ആവശ്യം വരൂല. രാവിലെ നമുക്ക് കസ്റ്റമർ ഇല്ലാത്ത നേരം ഇങ്ങനെ ആക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെയൊക്കെ നമുക്ക് തീരുമാനങ്ങൾ എടുത്ത് കൃത്യമായിട്ട് നമുക്ക് റിപ്പോർട്ട് പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ മുതലാളി നമുക്കുള്ള പൈസ തരും.
അപ്പൊ ഈ റിപ്പോർട്ടിങ് നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ടാക്കണം. അപ്പൊ കഴിഞ്ഞ ദിവസം ഇപ്പൊ ഞാൻ ഇന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇന്ന് എനിക്കൊരു ക്ലയന്റ് ഇന്നലെ എനിക്കൊരു ക്ലയന്റ് ഉണ്ടായിരുന്നു. ക്ലയന്റ് വെച്ചാൽ ഒരു 2 കൊല്ലത്തെ ഒരു റിപ്പോർട്ടിങ്, ഒരു എക്സലിന് റിപ്പോർട്ട് എടുത്ത് വന്ന ഒന്നും മനസ്സിലാവാത്തൊരു റിപ്പോർട്ട് എടുത്തിട്ടാ വന്നത്. പക്ഷെ നമ്മളന്ന് പയ്യന്റെ ഒരു 2-3 പയ്യന്മാരെ കൊടുത്തിട്ട് നമ്മൾ ഇന്ന് കൊടുത്തൊരു ടാസ്ക് അതായിരുന്നു. അതായത് ഏറ്റവും ഇപ്പൊ ലാസ്റ്റ് ആയിട്ട് ഇന്റേൺഷിപ്പ് ചെയ്യുന്ന കുറച്ച് കുട്ടികളുണ്ട്. അപ്പൊ ഇന്റേൺഷിപ്പ് ചെയ്യുന്ന കുട്ടികളുടേതായിരുന്നു. ഞാൻ ആ പേപ്പർ ഒന്നും നോക്കില്ല. ഈ 2 കൊല്ലത്തെ ഡാറ്റയുടെ എക്സലും അവന്റെ ഡിപ്പോർട്ടും കൊടുത്ത് ഞാൻ അവരോട് പറഞ്ഞു, എനിക്ക് നാളത്തേക്ക് ഇതൊന്ന് പ്രസന്റ് ചെയ്ത് തരണം. ഇത് എങ്ങോട്ടേക്കാ പോണത്, ഇത് എങ്ങോട്ടേക്കാ വരുന്നത്, ഒന്നും പറഞ്ഞില്ല. പ്രോഫിറ്റ് ആണോ നഷ്ടമാണോ ബാലൻസ് ഷീറ്റ് എന്താണോ അങ്ങോട്ടും ഇങ്ങോട്ടോ ഒന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു 6 ആൾക്കാർ ഡിഫറെന്റ് രീതിയിൽ റിപ്പോർട്ട് സബ്മിറ്റ്. എനിക്ക് എന്താണോ ബിസിനസ് പോകുന്നത്, പക്ഷെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നതിനെക്കാട്ടിൽ മുകളിലായിട്ടോ കുട്ടികളൊക്കെ ഭയങ്കരമായിട്ടുള്ള റിപ്പോർട്ടിങ്. ഈ കമ്പനി ഇങ്ങനെയാണ്, ഈ കമ്പനി ഇതുവരെ ലാഭത്ത് കയറിയിട്ടില്ല, ഇത് ഇനി ഇവന്റെ ഉദ്ദേശം അങ്ങോട്ട് പറയാം, ഇവരുടെ ഉദ്ദേശം മിക്കവാറും മാർക്കറ്റിൽ നിന്ന് ഫണ്ട് എടുക്കലായിരിക്കും. ഫണ്ട് എടുത്തു കഴിഞ്ഞാലും സാറേ ഇത് രക്ഷപ്പെടൂല. കാരണം ഇതിന്റെ റേഷ്യോ ഇങ്ങനെയാണ്, ഗ്രോസ് പ്രോഫിറ്റും പർച്ചേസും സെയിലും ഇങ്ങനെയാണ്. സെയിലില് ആനുപാതികമായി ഒന്നെങ്കിൽ നമ്മുടെ പ്രോഫിറ്റ് കൂട്ടുക, അല്ലെങ്കിൽ ചെലവ് കുറക്കാതെ. ഇനി അവൻ 1 കോടി രൂപ എടുത്തു കഴിഞ്ഞാലും ഇതൊക്കെ പറഞ്ഞ ഒരു 6 ആളുകളുടെ ഇന്റർപ്രിട്ടേഷൻ വന്ന സമയത്ത് കിട്ടില്ല റിപ്പോർട്ട് ആക്കിയിട്ട് അവർക്ക് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റി. ഈ 6 ആളുകളുടെ ഇന്റർപ്രിട്ടേഷൻ ഭയങ്കരമായിരുന്നു. നമ്മൾ അങ്ങനെയാണ് ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത്. അതായത് ഏറ്റവും പൊട്ടിപ്പൊളിഞ്ഞ അക്കൗണ്ട്സ് എടുത്തിട്ട് നമ്മളെ ഓഫ്ലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അക്കാഡമിക്കലി പഠിക്കുന്ന ഇതിന് ഒരുപാട് വ്യത്യാസമുണ്ട്. നമ്മൾ പൊട്ടിപ്പൊളിഞ്ഞ അക്കൗണ്ട്സ് ഒക്കെ എടുത്താൽ പഠിപ്പിക്കാം. ഒരു 3-4 മാസമൊക്കെ അക്കൗണ്ട്സ് പഠിപ്പിക്കുള്ളൂ. പിന്നീട് മുഴുവൻ ഒറിജിനൽ വർക്ക് ചെയ്ത് പഠിക്കുന്ന ഒരു പണിയാണ് നമ്മളത്. അപ്പൊ ഇതിന്ന് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബാലൻസ് ഷീറ്റ് സ്കിൽ ചെയ്യാൻ പറ്റും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്താണ് ചെയ്യാൻ വേണ്ടി പറ്റും, എങ്ങനെയാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഒരു ബിസിനസ്സിനകത്ത് വർക്ക് ചെയ്യണത്, ബാലൻസ് ഷീറ്റ് എങ്ങനെ ഉണ്ടാക്കാം, റേഷ്യോ അനാലിസിസ് എങ്ങനെ ഉണ്ടാക്കാം എന്നൊക്കെ എന്ത് ചെയ്യും ഇവർ സ്വന്തമായിട്ട് ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരും. അപ്പൊ ആ രീതിയിലുള്ള ഒരു അക്കൗണ്ടിങ് പ്രൊഫഷണൽ നിങ്ങൾ ആവണം. അപ്പൊ അനലൈസ് ചെയ്തു, ഇന്റർപ്രിറ്റ് ചെയ്തു, ഈ വിവരം ഇതുപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, ഈ രക്ഷപ്പെടൂല ബിസിനസ്. അക്കൗണ്ട്സ് കൃത്യമായിട്ട് പറയണ്ട, അക്കൗണ്ട്സ് ഊഹാപോഹത്തിൽ പറയരുത്, ഡാറ്റ വെച്ചിട്ട് തന്നെ പറയണം. ഈ ബിസിനസ് രക്ഷപ്പെടൂല കേട്ടാ, ഇത് മുമ്പോട്ട് പോകില്ല, നിങ്ങൾ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ എത്ര പൈസ ഇതിനെ കൊണ്ടിട്ട് കഴിഞ്ഞാലും ഇത്ര പ്രോഫിറ്റ് എടുത്തില്ലെങ്കിൽ ഇത് പോകില്ല എന്ന് പറയാൻ കഴിയണം. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും ചോദിക്കും. സോ ഇത്ര രൂപ പ്രോഫിറ്റ് കൂട്ടുക, അല്ലെങ്കിൽ ഈ ബിസിനസ് പൂട്ടുക. ഇതൊക്കെ പറയാൻ ആർക്കേ പറ്റുള്ളൂ, ഫിനാൻഷ്യൽ ഡാറ്റ വെച്ചിട്ട് ആർക്കേ പറയാൻ പറ്റുള്ളൂ. സിഇഒക്കൊക്കെ ഇതൊക്കെ പറയാട്ടോ, പക്ഷെ നമ്മൾ പറയുന്ന ആധികാരികത അവിടെ ഉണ്ടാവില്ല. സിഇഒ ആയാലും പറയാം, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് പ്രസന്റ് ചെയ്യട്ടെ എന്നാ പറയാം. ഞാൻ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്തോണ്ട് പറയാം, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഫൈനാൻഷ്യൽസ് പ്രസന്റ് ചെയ്യട്ടെ എന്ന് പറയാം. കാരണം എന്താ, അവർക്ക് അത് ആധികാരികമായിട്ട് മുറിച്ച് പറയാൻ വേണ്ടി പറ്റും. ഇങ്ങനെയാണ്. കാരണം ഒട്ടും സെന്റിമെന്റ് ഇല്ലാത്തൊരു ഡിപ്പാർട്ട്മെന്റാണ് നമ്മളത്, അല്ലെ? ഒട്ടും സെന്റിമെന്റ്സ് വർക്ക് ചെയ്യില്ലല്ലോ നമ്മളത്. ഡാറ്റ മാത്രമല്ലേ ഉള്ളൂ. ചിലപ്പോ ചിലപ്പോ രക്ഷപ്പെട്ടേക്കാം എന്നും നമുക്ക് അറിയാൻ പറ്റില്ല. പക്ഷെ മാർക്കറ്റിംഗ് ടീം തള്ളും, ഇതെന്തായാലും രക്ഷപ്പെടും, അതൊരു പ്രശ്നമല്ല, ഇങ്ങനെ എത്ര ബിസിനസ് അത് അങ്ങനെ അവിടെ സെയിൽ കൂട്ടി അവിടെ ഞാൻ സെയിൽ ആയിട്ട് ഇങ്ങനെ ആരും തള്ളും, മാർക്കറ്റിംഗ് ടീം തള്ളും. HR ടീമും പറയുന്നത് സ്റ്റാഫിനെ നമുക്ക് ഭയങ്കര ഇഫക്റ്റീവായിട്ട് സാധനം ഭയങ്കരമായിട്ട് ഇഫക്റ്റീവായി ചെയ്ത് അവർക്ക് റെമ്യൂണറേഷൻ ഒക്കെ കൂട്ടി കൊടുത്ത് അങ്ങനെ കൊടുത്ത് ഇങ്ങനെ കൊടുത്ത് എന്നൊക്കെ പറയും. അങ്ങനല്ലേ അവരും പറയാം. എക്കോണമി ഡിപ്പാർട്ട്മെന്റ് എന്താ പറയാ, നിങ്ങൾ ഈ കളി കളിച്ചിട്ടൊന്നും കാര്യമില്ല, കച്ചവടം ഇത്രയേ ഉള്ളൂ, പ്രോഫിറ്റ് ഇത്രയേ ഉള്ളൂ, നിങ്ങൾ എത്ര സെയിൽ കൂട്ടിയിട്ടും കാര്യമില്ല, ഈ കച്ചവടത്തില് ഈ ഒരു പ്രോഫിറ്റില് ഈ പരിപാടി നടക്കൂല എന്ന് കൃത്യമായിട്ടും പറയാൻ ആർക്കേ പറ്റത്തുള്ളൂ, ഒരു അക്കൗണ്ടന്റിനെ പറയത്തുള്ളൂ. അപ്പൊ ആ ഒരു പണിയാണ് നിങ്ങൾ എടുക്കണം. അപ്പം ഇതിപ്പോ നമ്മൾ എന്ത് ചെയ്യണം, ബാലൻസ് ഷീറ്റ് കൃത്യമായിട്ട് റീഡ് ചെയ്യാൻ പഠിക്കണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് റീഡ് ചെയ്യാൻ പഠിക്കണം, ട്രേഡിംഗ്, ഫണ്ട് ഫ്ലോ, ക്യാഷ് ഫ്ലോ, റേഷ്യോ അനാലിസിസ്, ബഡ്ജറ്റിംഗ്, സിനാരിയോ എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, റീഡ് ചെയ്യാൻ വേണ്ടി പറ്റണം. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് എങ്ങനെ കണക്ക് കൊടുക്കണം, അവരും നമ്മുടെ ഒരു സ്റ്റേക്ക് ഹോൾഡേഴ്സാ ഇല്ലേ? ഇന്ത്യയിൽ എടുക്കുകയാണെങ്കിൽ GST ഡിപ്പാർട്ട്മെന്റിന് ഇത് എങ്ങനെ റിപ്പോർട്ട് കൊടുക്കണം, UAE നിൽക്കുകയാണെങ്കിൽ ഫെഡറൽ ടാക്സ് അതോറിറ്റിക്ക് ഇത് എങ്ങനെ കൊടുക്കണം, സൗദിയിൽ നിൽക്കുകയാണെങ്കിൽ സക്കക്ക് ഇത് എങ്ങനെ കൊടുക്കണം, ബഹ്റൈനിൽ എടുക്കുകയാണെങ്കിൽ ബഹ്റൈൻ അതോറിറ്റിക്ക് എങ്ങനെ കൊടുക്കണം, ഒമാൻ എങ്ങനെ കൊടുക്കണം, ഈ കാര്യങ്ങളൊക്കെ കൂടി നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, അതായത് ഓണറെ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ബിസിനസ് നഷ്ടത്തിലാണോ ലാഭത്തിലാണോ എന്ന് അറിയേണ്ട ഉത്തരവാദിത്തം ആർക്കുണ്ട്, ഗവൺമെന്റിനുണ്ട്. എന്നിട്ട് കമ്പനി ആണെങ്കിൽ ഗവൺമെന്റിന് നിർബന്ധമായിട്ടുണ്ട്. കാരണം കമ്പനി ഈസ് എൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ, നിയമപ്രകാരം ഉണ്ടാക്കിപ്പെട്ടുള്ള ഒരു സാധനമാണ്. സോ ഗവൺമെന്റ് ഇതിനുള്ള ഉത്തരവാദിത്വം ഉണ്ട്. നമ്മൾ നഷ്ടമാണോ ലാഭമാണോ എന്നുള്ളത്. നഷ്ടമാണെങ്കിൽ അതിൽ ഗവൺമെന്റ് ഇടപെടും,
പ്രോഫിറ്റ് ആണെങ്കിൽ കൃത്യമായിട്ടും ഇതിന്റെ ആളുകൾക്കൊക്കെ ഇത് കൃത്യമായിട്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കും. ഇതിനൊക്കെ ഗവൺമെന്റും മുതലാളിയെ പോലെ തന്നെ ഒരു സ്റ്റേക്ക് ഹോൾഡർ ആണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യാം, നമ്മൾ മനസ്സിലാക്കണം. ക്ലിയർ ആയല്ലോ? അപ്പൊ റിപ്പോർട്ട് കൃത്യമായിട്ടും പ്രസന്റ് ചെയ്യണം, ബാലൻസ് ഷീറ്റ്. ഇതാണ് നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ അക്കൗണ്ട്സിന് ഇതിനകത്ത് ഈ ഒരു ക്ലാസ് തന്നെ ഓൾമോസ്റ്റ് ഒരു 20 മണിക്കൂറിന് മുകളിലുണ്ട് ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യം. അപ്പൊ ഡീറ്റെയിലിംഗ് ആണ്. ഡീറ്റെയിലിംഗ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണുന്നവൻ എന്ത് ചെയ്യുക, റിപ്പീറ്റ് ചെയ്ത് കാണാം. പിന്നെ നിങ്ങളുടെ മക്കളോ കുട്ടികളോ ഒക്കെ ഈ പറയുന്ന അവരെ കൊണ്ട് നന്നായിട്ട് പഠിപ്പിക്കാൻ ഒരു ശ്രമം നിങ്ങൾ നടത്തണം. നമ്മുടെ ഇപ്പൊ +1 കുട്ടികളുണ്ടാവും, +2 കുട്ടികളുണ്ടാവും. അവർ ഇരുത്തി പഠിപ്പിച്ച അവരെന്ത് ചെയ്യും, പൊളിക്കും. പ്രത്യേകിച്ച് ഒരു വെക്കേഷൻ ഒക്കെ ഈ രീതിയിൽ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. നിങ്ങളൊക്കെ എടുത്ത് ഓൾറെഡി നിങ്ങൾക്ക് ഐഡിയ കിട്ടിയല്ലോ. ആ സാധനങ്ങൾ പതുക്കെ നോട്ട് എഴുതി പോകണം കേട്ടോ, നോട്ട്സ് എഴുതി പോകണം. ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു കൃത്യമായി നോട്ടുകൾ എഴുതാനൊക്കെ. കാരണം 1, 2, 3 നോട്ടുകളൊക്കെ അതിന് ആവശ്യമായിട്ട് വരും. നിങ്ങൾ എത്രത്തോളം ഒരു 60,000 രൂപേന്റെ ഒരു കോഴ്സ് കൊടുത്ത് പൈസ കൊടുത്ത് പഠിക്കാൻ എന്തൊക്കെ നിങ്ങളുടെ കയ്യിൽ സാമഗ്രികളൊക്കെ, ആ സാമഗ്രികളൊക്കെ ഇത് വേണം. കാരണം നോട്ട് ചെയ്താൽ പ്രോബ്ലം ചെയ്യാഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റൂല, മുമ്പോട്ടേക്ക് പോകാൻ പറ്റത്തില്ല. ക്ലിയർ ആയെന്ന് വിചാരിക്കണം. പിന്നെ ഈ സാധനം നേരെ എടുത്തിട്ട് ടാലിയിലേക്ക് കൊണ്ടുപോകും. അപ്പൊ ടാലി എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്, ടാലിയിലേക്ക് നമ്മൾ തുടങ്ങുമ്പോൾ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെഷൻ ഇതിന്റെ ഇടയിൽ കയറിയിട്ടുണ്ട്. നമ്മളൊരു സ്ഥാപനത്തിലെ അക്കൗണ്ടന്റ് ആയിട്ട് പോവുകയാണെങ്കിൽ നമ്മൾ അവിടെ ചെയ്യേണ്ട ബേസിക് ആയിട്ടുള്ള പണികൾ. ചാടിക്കയറി അക്കൗണ്ട്സിലേക്ക് ഇരുന്ന് അക്കൗണ്ട്സ് വർക്ക് സ്റ്റാർട്ട് ചെയ്യരുത്. പഴയ ഒരാൾ അവിടെ അക്കൗണ്ട്സിൽ നിന്ന് പോവുകയാണെങ്കിൽ അവൻ്റെ അടുത്ത് എന്തൊക്കെ എഴുതി വാങ്ങണം, എങ്ങനെയായിരിക്കണം അവന്റെ അക്കൗണ്ട് ക്ലോസ് ചെയ്യേണ്ടത്, ഇതിനെക്കുറിച്ച് വിശദമായിട്ട് ഒരു ദിവസം തന്നെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അത് ക്ലോസ് ചെയ്ത് അവിടുന്ന് എങ്ങനെയായിരുന്നു ഹാൻഡ് ഓവർ അല്ലേ? ഹാൻഡ് ഓവറിങ് എങ്ങനെയാണ്, അതിന് എന്തൊക്കെ കാര്യങ്ങൾ വേണം, ഇല്ലെങ്കിൽ അതൊക്കെ വിശദമായിട്ട് പറയുന്നുണ്ട്. ഇല്ലെങ്കിൽ അവന്റെ കാര്യം കൂടി നമ്മൾ മസൂലിയത്താവുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. നമ്മൾ എത്ര വൃത്തിയിൽ ചെയ്ത് കഴിഞ്ഞാലും പഴയ ചെയ്ത ആ പാപം നമ്മുടെ തലേക്കും വരും. അപ്പൊ അത് കൃത്യമായിട്ടും ലോക്ക് ചെയ്ത് ക്ലോസ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ, മുന്നോട്ടേക്ക് പോകാൻ. ഇനി നമ്മൾ സ്ഥാപനത്തിലേക്ക് കയറി കഴിഞ്ഞാൽ പുതുതായിട്ട് ഒരാള് സ്ഥാപനത്തിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ അയാളുടെ ആദ്യത്തെ ഫസ്റ്റ് അക്കൗണ്ടന്റ് ആണെങ്കിൽ അവിടെ നമ്മൾ അക്കൗണ്ട്സുമായി ബന്ധപ്പെട്ട ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യണം. അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ സിസ്റ്റം എങ്ങനെയാണ് ക്രിയേറ്റ്, ഒരു പ്രൊഡക്റ്റ് വന്നത് മുതൽ ഇന്ന് മുതൽ ഔട്ട് ആവുന്നത് വരെയുള്ള സകല അവന്റെ പ്രൊഡക്റ്റിനെ കാറ്റഗറി ആക്കുന്നത് മുതൽ തുടങ്ങിയിട്ട് ബൈ വൺ ഗെറ്റ് വൺ തുടങ്ങിയിട്ട് മുതൽ എല്ലാ കാര്യങ്ങളും എങ്ങനെ ആവണം എന്നുള്ളത് ഫസ്റ്റ് ഡേ നമ്മൾ പ്ലാൻ ചെയ്ത് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് അതിനനുസരിച്ചുള്ള ഗ്രൂപ്പുകളും കാറ്റഗറികളും അതിനനുസരിച്ചുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം. നമ്മള് എന്നെ കാണാൻ പറ്റുന്നില്ല, സാറിനെ കാണാൻ പറ്റുന്നില്ല, ബ്ലാക്ക് സ്ക്രീൻ. അങ്ങനെയാണോ? എന്നെ കാണുന്നില്ല? കാണുന്നുണ്ട്. പിന്നെ ക്ലിയർ ഇല്ലേ? ക്ലിയർ ഇല്ല? അവര് കറുത്ത കണ്ണടച്ചിട്ടുണ്ടാവും. ക്ലിയർ ആണ് കാണാൻ പറ്റുന്നുണ്ട്. എവിടെ കറുത്തനാണ് വെച്ചേ ഉണ്ടോ? ആ കണ്ടാളെ ചിലപ്പോ കറുത്ത കണ്ണടച്ച് കണ്ടാണ് എനിക്കാണ് നോക്കിയിട്ടുണ്ടായിരുന്നു. കറുത്ത കാണാന്ന് വെച്ചാൽ അതിന്റെ ഉള്ളിൽ കൂടെ വേറല്ലേ കാണാ, കാണാൻ പറ്റണുള്ളതെന്ന് പറഞ്ഞ ആള് അപ്പൊ നോക്കണേ. ക്ലാസ് ഇപ്പൊ ഇങ്ങനെ അടിപൊളിയായിട്ട് പോണേ. ഞാൻ പറയാം നിങ്ങൾ കേൾക്കാങ്ങളല്ല, നമ്മളെല്ലാരും രസത്തിൽ അടിച്ചു പൊളിച്ച് പഠിക്കുക. കാരണം അക്കൗണ്ട്സ് അങ്ങനെ കേൾക്കാൻ രസമുള്ള ഒരു സംഭവം ഒന്നല്ല. പക്ഷെ നമ്മളിങ്ങനെ അടിപൊളിയായിട്ട് വെറൈറ്റി ഒക്കെ ആയിട്ട് രസമൊക്കെ ആയിട്ട് ഗ്രൂപ്പിനകത്ത് ചില്ലൗട്ട് ചെയ്തിട്ട് അങ്ങനെ പോകുമ്പോൾ അതൊരു രസമായിട്ട് മാറും. അങ്ങനത്തെ രസമാക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഭയങ്കര പഠിപ്പ്, ഭയങ്കര ഗൗരവം, തീവ്രതയായിട്ട് വന്ന വഴിക്ക് പോകാന്നല്ല നമ്മൾ ആരും മെയിൻറ്റെയിൻ ഇല്ല. എല്ലാ കാലത്തും നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ടേ. ഗ്രൂപ്പിനകത്ത് നിന്നിട്ട് ഭയങ്കര സീരിയസ് അല്ല ഫാറൂഖ് ഭായ്, ഭയങ്കര സീരിയസ്. റസീനത്ത് ഈവനിങ് വാക്കും സ്റ്റഡി ഒരുമിച്ച് നടത്താൻ തോന്നുന്നു. നമ്മളെ അടിച്ചു പൊളിച്ച് ചില്ലൗട്ട് ചെയ്ത് പഠിക്കണം. എന്നാലേ രസം ഉണ്ടാവുള്ളൂ. അപ്പോഴേ നമ്മള് പ്രായം മറക്കുള്ളൂ. അപ്പോഴേ നമുക്ക് ഇത് പഠിക്കാൻ കഴിയുള്ളൂ. അപ്പൊ കുട്ടികളെ മൈൻഡിലേക്ക് നമ്മൾ എത്തുള്ളൂ. ആ രീതിയിൽ നമ്മൾ ശരി. ഓക്കെ ഓക്കെ. എന്തായാലും ജോലിയൊക്കെ അടിപൊളി നടക്കുന്നില്ലേ റംസീന? സെറ്റ് അല്ലേ? ചാറ്റ് ബോക്സിൽ മെസ്സേജ് അയച്ചു ഡ്യൂട്ടി കഴിഞ്ഞോ, അപ്പൊ ഗ്രൂപ്പിലൊന്നും കാണുന്നില്ലല്ലോ. അപ്പൊ അവള് നടന്ന് നല്ല വാക്കിംഗ്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ട്രാൻസ്പോർട്ടേഷൻ വരെ ഫ്രീ ആണ്. അപ്പൊ നല്ല മെച്ചത്തിലാണ്. സന്തോഷം. നമ്മള് വൈകൂടെ ഇങ്ങനെ പോയി ഒരാളാണല്ലോ, ബേസ് മുതൽ തുടങ്ങി നമ്മളെ മുമ്പിൽ കൂടെ തന്നെ കണ്ട് യാത്ര ചെയ്ത ഒരാളാന്നുള്ളതിൽ സന്തോഷം നമുക്കുണ്ട്. തീർച്ചയായിട്ടും. നമ്മുടെ ഇപ്പൊ ഗൾഫിലാണെങ്കിലും നമ്മുടെ UAE കോർപ്പറേറ്റ് ടാക്സ് പഠിച്ചിട്ടുണ്ടവര്, പിന്നെ അക്കൗണ്ട്സ് നല്ല എക്സ്പേർട്ട് ആയിട്ടുണ്ട്. എന്നിട്ട് നല്ലൊരു ജോലി കിട്ടി എന്ന് പറയുമ്പോൾ അതില് അവരെ പോലെ തന്നെ നമ്മളും സന്തോഷിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകൾ, ഇപ്പൊ ആസാദ് ഭായി ഉണ്ട്, അങ്ങനെ ഒരുപാട് ആൾക്കാർ ജോലി കിട്ടി എന്നുള്ള ഇവരെ നമ്മളിങ്ങനെ അറിയിക്കുമ്പോൾ തന്നെ നമുക്ക് സന്തോഷമാണ്. സാറേ സ്ഥാനം കിട്ടി,
നിങ്ങൾ പറഞ്ഞ സാധനമാണ് കിട്ടിയത്, നിങ്ങൾ പറഞ്ഞ സംഭവമാണ് ആയത്. ഇതൊക്കെ പറയുമ്പോൾ ഇത് പൈസ കൊടുത്താൽ കിട്ടാത്തൊരു സന്തോഷമാണ്. ഇത് അനുഭവിക്കുമ്പോഴേ അറിയുള്ളൂ. ഇപ്പൊ ചിലപ്പോൾ ഇങ്ങനെ ഉണ്ട്, ഇങ്ങനെ എന്ത് വെച്ചാൽ നമ്മള് വീട്ടിന്റെ മുമ്പിൽ കുറെ പച്ചക്കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് അപ്പുറത്തെ വീട്ടിൽ ഒരാൾക്ക് ഈ സാധനം എടുത്ത് മുറിച്ച് കൊടുക്കുമ്പോൾ നമുക്ക് മനസ്സിനിടുന്ന ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ. അത് ചെയ്ത ആളുകൾക്ക് അറിയുള്ളൂ. ആ ഒരു സന്തോഷം വേറെ തന്നെയാണ്. അപ്പത്തെ എല്ലാവർക്കും ആ സാധനം വീതിച്ചു കൊടുത്ത് അവര് കഴിക്കുന്നത് കാണുമ്പോൾ സന്തോഷം പൈസ കൊടുത്താൽ കിട്ടൂല. അതേപോലത്തെ സംഭവം. സാറെ ജോലി കിട്ടിയെന്ന് എത്രയോ ഒരു ദിവസമൊക്കെ ഒരു 5-6 മെസ്സേജുകൾ എങ്ങനെയും വരും. സാറെ ജോലി വെരി കിട്ടി, ഗുഡ്. ജോലി കിട്ടി, ഇന്നതാണ്, ഇന്ന സംഭവമാണ്, ഇന്നതാണെന്നൊക്കെ പറയുമ്പോൾ ഇതാണ്. ചില ആൾക്ക് നല്ല ഡൗട്ടുകൾ ചോദിക്കും, ഭയങ്കര രസമാണ്. ചില ഡൗട്ടുകൾ ഞാൻ ഗ്രൂപ്പിലേക്ക് റെഫർ ചെയ്യും, ഈ ഗ്രൂപ്പിൽ ചോദിക്കുന്ന പറയും. കാരണം എന്താ, വേറെ ആൾക്കാരും കൂടി അതിനൊരു സൊല്യൂഷൻ കിട്ടും. എന്താണ് നമുക്കും കിട്ടും ഇതുപോലത്തെ ജോലിന്ന്. കിട്ടും കിട്ടും കിട്ടും. കിട്ടും, എല്ലാവരും കിട്ടും. ഞാൻ വർക്ക് ചെയ്ത 2 കൊല്ലം, അതുകൊണ്ട് ഇപ്പൊ ഗ്യാപ്പ് എടുത്തതാണ്. അപ്പൊ ആ സമയത്ത് ഒന്ന് പൊടി തട്ടി എടുക്കാൻ വേണ്ടിട്ട് കയറിയതാ. അടിച്ചു പൊളി, നിങ്ങളെ കൂടെ ചെയ്യും, സംഭവമൊക്കെ വരും, ജോലിയും വേക്കൻസി ഒക്കെ വരും. പക്ഷെ നമുക്ക് ഒരു ഒരു ഇന്റർവ്യൂവറെ മുമ്പിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ബബ്ബ പഠിക്കാതിരിക്കാനുള്ള സാഹചര്യം നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തുണ്ടാക്കണം. ബാക്കിയൊക്കെ പൊടി തട്ടി പോയിക്കോളെ. നാട്ടിലേക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റിയതെങ്കിലും മതി. അത് കഴിഞ്ഞിട്ട് പുറത്തോട്ട് 2-3 കൊല്ലം കഴിഞ്ഞിട്ട് പുറത്തോട്ട്. വെരി ഗുഡ്, സൂപ്പർ സൂപ്പർ. ഞാൻ ഉദ്ദേശിച്ച അങ്ങനെ ഉണ്ട്, എല്ലാവർക്കും ജോലിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് ഭയങ്കര ചില്ല് ഔട്ട് ചെയ്തിട്ട് അടിപൊളിയാക്കി പഠിക്കണം. വെറുതെ അവാർഡായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. നിങ്ങൾ അവാർഡായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഗ്രൂപ്പിനകത്ത് നിങ്ങൾ എന്ത് പൊട്ടം ഡൗട്ട് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ ആൻസർ ചെയ്യണ്ടല്ലോ. അപ്പൊ നിങ്ങൾ ആ ചില്ല് ഔട്ടിൽ തന്നെ പോവാം. ഭയങ്കര സീരിയസ്, ഭയങ്കര അവാർഡ്. പിന്നെ ചില ആളുകൾ ഇങ്ങനെ ആൻസർ മൊത്തം ചാറ്റ് GPT ബേസ് ചെയ്ത് പോകുന്നുണ്ട്. അത് നിങ്ങൾക്ക് ചിന്താശേഷി കുറയും. നിങ്ങൾ നിങ്ങളെ നാച്ചുറൽ എഴുതിക്കളി. ഫാറൂഖ് ഭായി എഴുതുന്ന കടലാസിലോ വെള്ള പേപ്പറിലോ എഴുതി ബോർഡിൽ എഴുതിയിട്ടോളി. രസല്ലേ? എന്നാൽ ചാറ്റ് GPTയോട് ചോദിച്ചു കഴിഞ്ഞാൽ മൂപ്പര് ഉത്തരം തരും, പക്ഷെ നമ്മളെ ചിന്ത പോകും. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും അല്ലേ? ഞാന് നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും. പക്ഷെ എല്ലാം കറക്റ്റ് ആയിരിക്കൂല. രണ്ട് ദിവസം മുമ്പേ ചാറ്റ് GPTയില് പിന്നെ ട്രയൽ ബാലൻസിൽ റെന്റ് എന്ന് കൊടുത്തിട്ടുള്ളൂ. ബാലൻസ് കൊടുത്തിട്ടുള്ളത് എനിക്ക് തോന്നുന്നത് പിന്നെ ക്രെഡിറ്റിലാണ്. പക്ഷെ ചാറ്റ് GPT എന്ത് ചെയ്തേക്കണ എക്സ്പെൻസ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അവിടെ ഒരു തെറ്റ് വന്നിട്ടുണ്ട്. അത് ഗിബിളിക്ക് മറ്റേ ഇവർക്ക് കൊടുത്താൽ ഇപ്പൊ ചാറ്റ് GPTന്റെ പുതിയൊരു സാധനം ഉണ്ടല്ലോ, ഒരു ഫോട്ടോ കൊടുത്തു കഴിഞ്ഞാല്. അപ്പൊ ഞാനും എന്റെ വൈഫും കൂടി നിൽക്കുന്ന സമയത്ത് വൈഫിന്റെ ഷാൾ ഇത് കൂടെ പോയപ്പോ ഇന്നെ അവര് ആ സാധനം പെണ്ണാക്കി മാറ്റി. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു കാലം. ഗിബിളി എന്താണ് ഇപ്പൊ പുതിയ സാധനം? ഇതാ പേരെന്താ? എടാ ഇങ്ങനെ സെൽഫി ഒക്കെ എടുത്തിട്ട് എന്തായാലും ആ സാധനം എന്തായാലും എന്നെ പെണ്ണാക്കിയേക്കണേ. അപ്പൊ ഓഫീസിൽ നിന്നൊക്കെ ഒരേ ശരിയായിരുന്നു എല്ലാവരും കൂടെ കൂടി. കാരണം ഇത് നമ്മളൊക്കെ ഒന്നിട്ട് ഒരു കോളാന്ന് കാണാൻ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണല്ലോ അല്ലെ, ഒന്ന് പൊട്ടിപ്പോയി നിൽക്കുന്നതാണ്. അപ്പൊ ഇതേപോലെയുള്ള അബദ്ധങ്ങള് നൂതന ടെക്നോളജി, കാരണം അതൊക്കെ ട്രെയിൻ ചെയ്ത് വരുമ്പോ അതൊരു എക്സ്പേർട്ട് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ എല്ലാം വേറെ സാധനങ്ങളൊന്നുമില്ല. പക്ഷെ നമ്മൾ ഈ സാധനം എന്ത് ചെയ്യും, കുറയും. പരമാവധി നമ്മൾ ആ സാധനത്തെ നമുക്ക് വർക്ക് ചെയ്യുന്ന രീതിയിലാക്കുക. അല്ലെങ്കിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഫുള്ള് ഇതിനകത്ത് ആശ്രയിക്കാൻ തുടങ്ങിയല്ലോ. ബാക്കിയുള്ള കാര്യം അപ്പൊ എഴുതി സാപ്പ് ഒരു ഡൗട്ട് ചോദിക്കുകയാണെങ്കിൽ ആ ഡൗട്ട് പ്രോബ്ലം ബുക്കിൽ എഴുതിയിട്ട് അതിട്ട് എഴുതിയിട്ട് നോക്കി എന്ത് രസമുണ്ടാവും. അങ്ങനെ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും എന്ത് ചെയ്യില്ല, സംഭവം മറക്കത്തില്ല. അപ്പൊ ഗിബ്ലി സാധനങ്ങളൊക്കെ ഇടുന്ന സമയത്ത് പ്രൈവസിയും കൂടി അവനവനെ ആലോചിച്ചോളൂ കേട്ടോ. നിങ്ങളുടെ ഫോട്ടോ അവിടെ കൊടുത്താലാണ് ഈ സാധനം ഇങ്ങോട്ടേക്ക് വരാം. ഈ ഫോട്ടോ അവർ എന്ത് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ച് മറ്റൊരു ചോദ്യമുണ്ട്. അത് നിങ്ങൾ സ്വയം ചിന്തിക്കാം. അവർക്ക് ആ സംബന്ധിച്ചിടത്തോളം ട്രെയിൻ ചെയ്യാനുള്ള ഡാറ്റ ആയിട്ടാണ് അവർ ഇതിനെ ഉപയോഗിക്കുന്നത്, അല്ലെ? ചാറ്റ് GPT ട്രെയിൻ ചെയ്യാനുള്ള ഡാറ്റ ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്ക് അതിന് അഭിപ്രായം പറയാം, ഇത് ശരിയല്ല, ഇത് തെറ്റാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് ഒപ്പീനിയൻ എടുക്കും. അപ്പൊ ഈ ഡാറ്റ ഒക്കെ ആര് സ്റ്റോർ ചെയ്യുന്നുണ്ട്? അവർ സ്റ്റോർ ചെയ്യുന്നത്. അവർക്ക് എന്തിനൊക്കെ ഉപയോഗിക്കാം എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കാം. ഏത് ഡാറ്റയുടെ കാര്യം തന്നെ ഉണ്ടാവും പറഞ്ഞെന്നുള്ളൂ. അതിനുശേഷം ഒരു അക്കൗണ്ടന്റ് എങ്ങനെയൊക്കെയാണ് അവരുടെ സ്ഥാപനത്തിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുള്ള വിശദമായിട്ട് നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ട്. ഹാൻഡ് ഓവറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അക്കൗണ്ട്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എങ്ങനെയൊക്കെ ചെയ്യണം, ഗ്രൂപ്പുകൾ എങ്ങനെ ചെയ്യണം, സ്റ്റോക്കുകൾ എങ്ങനെ ചെയ്യണം തുടങ്ങിയുള്ള എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങൾ എന്ത് ചെയ്യാം, നന്നായിട്ട് പഠിച്ച് പോവാം. പിന്നീട് നമ്മൾ ടാലി എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത്, ടാലിയിൽ ഈ ജേണൽ എങ്ങനെയാണ് ഫിക്സ് ചെയ്യണത്, ഈ കാര്യങ്ങൾ പറഞ്ഞു. അതിന് വെച്ചിട്ട് നമ്മൾ എങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു, എങ്ങനെയാണ് ടാലിയിലെ കുറെ സ്റ്റോക്ക് ആയിട്ട് എങ്ങനെയാ, സ്റ്റോക്ക് ഗ്രൂപ്പ് എങ്ങനെയാ, കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് മാനുഫാക്ചറിംഗിലേക്കാണ്. മാനുഫാക്ചറിംഗിൽ ഒരു ഓയിൽ കമ്പനിയുടെ അക്കൗണ്ട്സ് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓയിൽ കമ്പനിയിലെ കാര്യങ്ങളൊക്കെ ഇനി വേറെ ഒരു മാനുഫാക്ചറിംഗ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കും. അപ്പം നിലവിൽ ഒരു മാനുഫാക്ചറിംഗ് ഏതൊക്കെ രീതിയിൽ, ഇപ്പൊ നമ്മൾ അക്കാഡമിക്കലി പഠിക്കുമ്പോൾ എല്ലാവർക്കും ഒരു സൈക്കിൾ ആയിരിക്കും പഠിക്കാണ്ടാവും, അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ ഉണ്ടാക്കുന്നത്. പക്ഷെ അതൊന്നും ആയിരിക്കില്ല റിയൽ ലൈഫിനകത്ത് ബിസിനസ്സിനകത്ത് വരിക. അപ്പൊ അതൊക്കെ എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് വിശദമായിട്ട് നമ്മൾ പഠിക്കും. 2-3 മാനുഫാക്ചറിംഗ് നമുക്ക് ഇൻഷാല്ലാ നമുക്ക് പഠിച്ചെടുക്കാം.
അത് കഴിഞ്ഞ് 2-3 ട്രേഡിംഗ് അക്കൗണ്ട് പഠിച്ചെടുക്കാം, 2-3 സർവീസ് അക്കൗണ്ട് പഠിച്ചെടുക്കാം. ലാസ്റ്റ് നമുക്ക് ഇതിന്റെ ഒക്കെ ഒരു ടാക്സ് ലാബിലിറ്റി എങ്ങനെയൊക്കെയാണ് ഇതിന്റെ കാൽക്കുലേഷൻ ആ കാര്യങ്ങളൊക്കെ പതുക്കെ ഓടിച്ചിട്ട് അങ്ങനെ ഒരു മൊത്തത്തിൽ ഒരു 3-4 മാസം കൊണ്ട്, ഇനി ഒരു 3 മാസം കൊണ്ട് എന്തായാലും ഈ സാധനം കംപ്ലീറ്റ് ആക്കാന്നാണ് വിചാരിക്കുന്നത്. അപ്പോ കഴിഞ്ഞ നോമ്പ് ആയതുകൊണ്ടും അതിനു മുമ്പ് ഞാൻ കുറച്ച് ട്രിപ്പിൾ ആയതുകൊണ്ടും കുറച്ച് ക്ലാസ്സുകൾ ഡിലേയിലാണ് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത്. സോ ആ സാധനങ്ങൾ നമ്മൾ പോകുന്ന ദിവസങ്ങളിൽ എന്ത് ചെയ്യും, ഫാസ്റ്റ് ആയിട്ട് കവർ ചെയ്യാൻ തന്നെ ഉദ്ദേശിക്കുന്നത്. നാളെ സെഷൻ ഉണ്ടാവും, നാളെ ഇതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളുടെ ഡീറ്റെയിൽഡ് സെഷൻ കഴിഞ്ഞ ക്ലാസ്സിലുണ്ട്. അപ്പൊ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് കേട്ടോ. അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസുകൾ, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ്, പ്രീപെയ്ഡ് എക്സ്പെൻസ്, ഇങ്ങനെയുള്ള ബാഡ് ഡെപ്റ്റ്, പ്രൊവിഷൻ ഡൗട്ട്, ഈ സാധനങ്ങളൊക്കെ ഇതിന്റെ ഏതൊക്കെയോ ക്ലാസ്സുകളിൽ കിടക്കുന്നുണ്ട്. അതൊക്കെ പോയി കാണണം. അവിടെയൊക്കെ ഒറ്റയടിക്ക് സ്കിപ്പ് ചെയ്യാൻ നോക്കുമ്പോൾ നിങ്ങളുടെ സിസ്റ്റത്തിനകത്ത് ലോക്ക്ഡ് എന്നാണ് കാണിക്കുക. അങ്ങനെ പോകാൻ പറ്റില്ല എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഇപ്പുറത്ത് പോയിട്ട് പതുക്കെ 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 കാണാം. അങ്ങനെ കൃത്യമായിട്ട് ഓരോന്നും ടൈം എടുത്ത് കണ്ട് ലാസ്റ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവില്ല. ഇല്ലാതെ ഇവിടുന്ന് ഇങ്ങോട്ട് കയറുമ്പോൾ നല്ല ഡൗട്ട് ആയിരിക്കും. ക്ലിയർ ആയല്ലോ? സ്റ്റെപ്പ് കയറി പോവാ, ലിഫ്റ്റ് കയറണ്ടെന്ന്. ലിഫ്റ്റ് കയറണ്ട. അതാണ് നമ്മളെ ഒരു ഉദ്ദേശം. ഭയങ്കരമായ പ്രതിഷേധങ്ങൾ നമുക്ക് വാട്സപ്പിൽ കിട്ടാറുണ്ട്. സാർ ഇത് ഇങ്ങനെ ആക്കിയത് ഭയങ്കര ചതിയായി പോയി. അതാരാണ് അത് അതിനെ കുറിച്ച് നമ്മളിങ്ങനെ സ്റ്റഡി നടത്തിയിട്ടുണ്ട്. ആരാണ് ഇങ്ങനെ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് നമ്മൾ സ്റ്റഡി നടത്തിയപ്പോൾ നമ്മുടെ ടീം മൊത്തം അങ്ങനെയുള്ള ആളുകളുടെ ഒക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് ആ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, അതായത് ഇപ്പോ സുനൈജ് ഒരു സ്ഥാപനം നടത്തുന്ന ഒരാളാണ് എനിക്ക് അക്കൗണ്ട്സിന്റെ 199 രൂപയ്ക്ക് അക്കൗണ്ട്സ്, ഇത്രയും റിവ്യൂ ഉള്ള ഒരു പ്രോഗ്രാം എന്തായിരിക്കും ഇതിനകത്ത്? ഈ സാധനം ഒന്ന് കോപ്പി ചെയ്തിട്ട് നമുക്ക് അപ്പുറം എടുക്കാം എന്ന് എന്ത് ചെയ്യും? ഇവൻ ചാടിക്കയറി വിചാരിച്ച് ഇതിനകത്തേക്ക് വരും. ഇതിനകത്ത് മാനുഫാക്ചറിങ്ങോ ട്രേഡിങ്ങിന്റെ അക്കൗണ്ട്സ് എടുക്കുകയായിരിക്കും ഉദ്ദേശം. പക്ഷെ അവിടെ 20,000-ത്തിനൊക്കെ മറ്റു സെന്റർ കൊടുക്കുന്ന നിങ്ങൾ 199 കൊടുത്താൽ അങ്ങനെ തന്നെ എണീക്കണം. അപ്പൊ എന്ത് ചെയ്യും? ഈ മാനുഫാക്ചറിങ്ങിന്റെ അക്കൗണ്ട്സും ഇതിന്റെ പ്രോബ്ലംസും കിട്ടണം. അപ്പൊ ഇവൻ അത് നോക്കുമ്പോ എന്ത് ചെയ്യില്ല. അപ്പൊ ഇവനാണെങ്കിൽ ഇതിനുള്ള സമയത്ത് ഉണ്ടാവില്ല. അപ്പൊ അവിടെ എന്ത് ചെയ്യും? ഇവൻ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ ആ ഭാഗം മെയിൻ ചെയ്യത്തില്ല. ഒരു പ്രാവശ്യം പറഞ്ഞു നോക്കും, രണ്ടാമത്തെ പ്രാവശ്യം ഇത് തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ആ ഒരു ട്രാൻസാക്ഷൻ ക്ലോസ് ചെയ്യും. നമ്മൾ സംസാരിക്കാൻ നിൽക്കത്തില്ല. കാരണം ഒരു ഉത്തരമില്ലാത്തൊരു ചോദ്യത്തിന് നമ്മൾ ഇങ്ങനെ ആൻസർ പറഞ്ഞു കൊടുക്കുകയാണല്ലോ. അപ്പൊ പിന്നെ അങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അവനങ്ങ് പോവും. അവൻ എന്തായാലും പൂർത്തിയാക്കത്തില്ല. അതെന്തായാലും അങ്ങനത്തെ കാര്യം. അപ്പൊ അങ്ങനത്തെ സാഹചര്യങ്ങൾ നിങ്ങൾ ആരും പെടരുത്. നന്നായിട്ട് മനസ്സിലാക്കി പണി പോവാം. വേറെ എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ ഇന്ന് ഇത്രേ ഉദ്ദേശമുള്ളൂ. ഇന്ന് ഒരുപാട് ആളുകൾ ഇന്ന് രാവിലെ മുതൽ ചോദിക്കേണ്ടത് എന്താ എങ്ങനെയാണ് ക്ലാസ്, എപ്പോഴാണ് ക്ലാസ്, എങ്ങനെയാ ക്ലാസ് ഉണ്ടാവും? ഇതേപോലെ തന്നെ ക്ലാസ് ഉണ്ടാവും. എങ്ങനെ? നാളെ ഇതേ സമയം തന്നെയാണ്. ക്ലാസിന്റെ രീതി എന്ന് പറഞ്ഞാൽ ഇതേപോലെ ആയിരിക്കും. നമ്മളിങ്ങനെ കുറെ വർത്താനം പറഞ്ഞ് അങ്ങനെ ക്ലാസ് ഇങ്ങനെ ടോപ്പിക് ഇങ്ങനെ പതുക്കെ നീങ്ങിപ്പോകും. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു രീതി. അപ്പൊ നാളെ മാനുഫാക്ചറിങ്ങിന്റെ ഒരുപാട് ഭാഗങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇതുവരെ അറ്റൻഡ് ചെയ്യാത്തവൻ നാളെ ക്ലാസ്സിൽ കയറി കഴിഞ്ഞാല് നമുക്കൊന്നും മനസ്സിലാവില്ല. അപ്പൊ നമ്മൾ വർക്ക് ഇൻ പ്രോഗ്രസിൽ ഇപ്പൊ ഓയിൽ ടാങ്കിൽ എത്ര എണ്ണ ഉണ്ട് എന്നായിരിക്കും നമ്മൾ ചോദിക്കല്ലോ. ഫാറൂഖ് ഭായ്, ഇപ്പൊ ഓയിൽ ടാങ്കിൽ ഇപ്പൊ എത്ര എണ്ണ ഉണ്ട്? ആ എണ്ണ എന്നാണ് നമ്മൾ 5 ലിറ്ററിലേക്ക് മാറ്റാൻ വേണ്ടി പോകുന്നത് പറയുമ്പോ ഏത് ഓയിൽ ടാങ്ക്, ഏത് 5 ലിറ്റർ, ഏത് 1 ലിറ്റർ എന്ന് നിങ്ങൾ ചിന്തിക്കും. പക്ഷെ ഓൾറെഡി ഇതിനകത്ത് റൂട്ടിൽ പോകുന്നവർക്ക് അറിയാം. അവനെ നോട്ടിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അവനിപ്പോ ആ ഒരു ടാങ്കിൽ ഇത്ര എണ്ണ ബാക്കിയുണ്ട്. ആ എണ്ണ ബാക്കിയെടുത്ത സമയത്ത് അതിന്റെ കൊപ്ര ഇത്ര ബാക്കിയുണ്ട്. ഈ കൊപ്ര നമ്മൾ ഇങ്ങോട്ടേക്ക് വിൽക്കാൻ വേണ്ടി പോവാണ്. ആ കൊപ്ര ഇങ്ങോട്ട് ഇത്ര ബാക്കിയാണ്. ഓർക്കറിയാൻ പറ്റും. അല്ലാത്തവന് എന്ത് കൊപ്പര, എന്ത് വെളിച്ചെണ്ണ. ഇത് പതുക്കെ ഈ സാധനത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ സാധനം ഇതിന്റെ തുടക്കം മുതലുണ്ടാവും. എങ്ങനെയാണ് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്? ബിസിനസ്സിലേക്ക് ഒരാൾ ക്യാപിറ്റൽ കൊണ്ടുവരുന്നു. ആ ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ട് അവർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, പുറത്തുനിന്ന് എടുക്കുന്നു, രാജ്യത്തിന്റെ പുറത്തുനിന്ന് എടുക്കുന്നു, ഇൻഡർസ്റ്റേറ്റ് എടുക്കുന്നു, ഇൻട്രാസ്റ്റേറ്റ് എടുക്കുന്നു, ലോക്കൽ പർച്ചേസ് നടക്കുന്നു. ഇങ്ങനെയൊക്കെ എത്തി റോ മെറ്റീരിയൽ എത്തുന്നു. ഈ റോ മെറ്റീരിയലിനെ മില്ലിൽ കൊണ്ടുപോയി പൊടിക്കുന്നു. പൊടിച്ച സമയത്ത് കുറച്ച് എന്താ പറയുക, കൊപ്ര പോലത്തെ സാധനം കിട്ടി. ആ സാധനം അങ്ങോട്ട് വേറൊരു യൂണിറ്റിലേക്ക് മാറ്റുന്നു. പിന്നെ മൊത്തത്തിൽ ഒരു ഓയിൽ ടാങ്കിൽ നിറച്ച് ടാങ്ക് ആക്കി വെക്കുന്നു. അതിൽ നിന്ന് ആവശ്യത്തിനനുസരിച്ച് എന്ത് ചെയ്യുന്നു, 5 ലിറ്ററിന്റെ 1 ലിറ്ററിന്റെ ഒക്കെ ആക്കിയിട്ട് മാർക്കറ്റിൽ സെയിൽ ചെയ്ത്. ഇങ്ങനെ ഒരു ചാനൽ ഉണ്ട് ഇതിന്. അപ്പൊ നിങ്ങൾ നാളെയൊക്കെ സെഷനിൽ ഇരിക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ ഈ ചാനലിൽ ഏകദേശം കൊപ്രയും വെളിച്ചെണ്ണയൊക്കെ ആയിട്ടുണ്ട്. ചിലപ്പോൾ റോ മെറ്റീരിയലും ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ വിൽക്കൽ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ക്ലാരിറ്റി കിട്ടും. നിങ്ങൾ എല്ലാ ദിവസവും ലൈവ് അറ്റൻഡ് ചെയ്യാൻ തന്നെയാണ് നമ്മൾ ആഗ്രഹം. പക്ഷേ വെഹിക്കിൾ കണ്ടുവന്ന സൗകര്യമായി. അപ്പൊ ഫാസ്റ്റ്
എത്ര ബാക്കിയുണ്ട്? എത്ര ഉണ്ട്? എന്നാലും ടൺ കണക്കിന് ബാക്കിയുണ്ട്. എല്ലാം ടണ്ണില്ല ബാക്കിയുള്ള. എനിക്ക് തോന്നുന്നു നമ്മള് ലാസ്റ്റ് സെഷൻ എനിക്കൊന്ന് കാണാനുണ്ട്. എനിക്കൊന്ന് ലാസ്റ്റ് അതുകൊണ്ട് നമ്മൾ പുറത്തെ അതുകൊണ്ടാണ് രാജ്യത്തേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നിടത്താണ് സ്റ്റോപ്പ് ചെയ്തെന്ന് തോന്നുന്നു. അല്ലെ? നമ്മുടെ നാട്ടിൽ ഈ അതുകൊണ്ട് സാധനം ഉണ്ടാക്കി ഈ സാധനം പുറത്ത് നാട്ടിലേക്ക് ഒരു ഡോളർ കൺവേർഷനിലേക്ക് നമ്മൾ പോവാണ്. അപ്പൊ അതിന്റെ ഫോറക്സ് നഷ്ട ലാഭം എങ്ങനെയാണ് കണക്കൂട്ടുന്നത് അവിടെയൊക്കെയാണ് ചിലപ്പോൾ എത്തിയിട്ടുണ്ടായിരിക്കാം. അപ്പൊ ഇതൊന്നും ആർക്ക് അറിഞ്ഞോളന്നില്ല. ഫോറക്സ് എന്താന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് ചിലപ്പോൾ അറിഞ്ഞോളന്നില്ല. ഫോറക്സ് ഗെയിൻ ഫോറക്സ് ലോസ് ഒക്കെ നമ്മൾ ഇവിടെ പറയണ്ടേ. അപ്പൊ ഒരു എക്സ്പോർട്ടിങ് നടക്കുന്ന സമയത്ത് രണ്ട് പ്രോഫിറ്റുകളെ കുറിച്ച് പറയാം. ഒന്ന് ബിസിനസ് ചെയ്യുന്ന യഥാർത്ഥത്തിലുള്ള ലാഭം, അതുകൂടാതെ കൺവേർഷൻ, ഡോളർ, ദിർഹംസ്, റിയാൽ ടു INR ഇതുമായി ബന്ധപ്പെട്ട കൺവേർഷൻ ചിലപ്പോൾ ഫോറക്സിന്റെ ചിലപ്പോൾ ലോസ് ആയിരിക്കാം, ചിലപ്പോൾ ഗെയിൻ ആയിരിക്കാം. ഇതൊക്കെ സംഭവിക്കും. ഈ സാധനങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ ഇത് പെട്ടെന്ന് നാളെ കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടും. നിങ്ങൾ അറ്റൻഡ് ചെയ്തതിന് ഒരു കുഴപ്പമില്ല കേട്ടോ. നമ്മളെ ക്ലാസ് കേട്ടുന്ന ഇങ്ങനെ അല്ലാതെ വേറെ കുറെ കാര്യങ്ങൾ പറയും. അപ്പൊ നിങ്ങൾക്ക് അതൊക്കെ എന്ത് ചെയ്യും? യൂസ് ആവും. അപ്പൊ അതിനുവേണ്ടി മാത്രം ഇത്രയും കാര്യങ്ങൾ പറയാൻ വേണ്ടി മാത്രമാണ് ഇന്നത്തെ സെഷൻ എടുത്ത് നമ്മൾ കുറെ കാലം സ്റ്റോപ്പായിട്ട് വീണ്ടും സ്റ്റോപ്പ് മീൻസ് നോമ്പും പെരുന്നാളൊക്കെ ആയിട്ട് നമ്മള് ഒരു മാസം മുഴുവൻ ക്ലാസ് എടുത്തിട്ടില്ല. അപ്പം അതിന്റെ ഒരു ഒന്നൊരു ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്തു എന്ന് മാത്രം. ഇനി എന്തെങ്കിലും പെട്ടെന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനോ പറയാനുണ്ടെങ്കിലൊക്കെ പറയാം.